വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, ഏതൊരു എക്സാമിന് എടുത്താലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതാണ് എന്താണ് കറണ്ട്. ഓക്കെ, സോ എന്താണ് കറണ്ട് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിലുള്ള കുറച്ച് ലോസ്, അതിലുള്ള കുറച്ച് ഈക്വേഷൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ലൈഡിൽ ആഡ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് നോക്കി തുടങ്ങാം. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് കറണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, കറണ്ട് ഈസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് അല്ലെ. ചാർജിന് നമ്മൾ ക്യൂ ആണ് ഡിനോട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചാർജ് ക്യൂ ആണ്. ഓക്കെ, ക്യൂ ഒന്നാണ് ചാർജിനെ ഡിനോട്ട് ചെയ്യുക. അപ്പൊ ക്യൂ എന്ന് എവിടെ കണ്ടാലും അത് ചാർജ് ആണ് എന്ന് ഓർക്കണം. സോ കറണ്ട് ഈസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. ഓക്കെ, ഒരു ചാർജ് ഒരു പോയിന്റിൽ നിന്ന്, ഓക്കെ, ഇതിപ്പോ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് കറണ്ട് ഇസ് ഫ്ലോ ഫ്രം എ ടു ബി. എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ ചാർജിന്റെ ഫ്ലോ സംഭവിക്കുവാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയും? കറണ്ട് ഉണ്ടായി അല്ലെങ്കിൽ കറണ്ടിന്റെ ഫ്ലോ നടന്നു എന്ന് പറയും. ഓക്കെ, ഈ കറണ്ടിന്റെ ഫ്ലോ ഇല്ലെങ്കിൽ ചാർജിന്റെ ഫ്ലോ വരണമെങ്കിൽ ഇവിടെ എന്ത് വേണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആവശ്യമാണ്. ഓക്കെ, സപ്പോസ് ദാറ്റ് ക്യൂ ഫ്ലോസ് to the from the given point in a wire in a time t. Okay, so past alla given point flows from given point in wire in a time t ആണെങ്കിൽ ഇലക്ട്രിക് കറണ്ട് I ആണ്. നമ്മൾ കറണ്ടിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് I ആണ്. ഓക്കെ, കറണ്ടിനെ I കൊണ്ട് ഡിനോട്ട് ചെയ്യും. ചാർജ് Q ആണ്. സോ Q എന്ന് പറയുന്ന ഒരു ചാർജ്, ഓക്കെ, T എന്ന ടൈം കൊണ്ട് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് പാസ് ചെയ്യപ്പെട്ടാൽ അവിടെ നമ്മൾ എന്തെന്ന് പറയും? അവിടെ ഇലക്ട്രിക് കറണ്ട് ഉണ്ടായി എന്ന് പറയും. ദ ഇലക്ട്രിക് കറണ്ട് I ഇൻ ദ വയർ ഇസ് I is equal to Q by T. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ചാർജും ടൈമും തരുകയാണെങ്കിൽ ഇത്ര കൂളോം ചാർജ് ഇത്ര സെക്കൻഡ് കൊണ്ട് ഓക്കെ പാസ് ചെയ്യപ്പെട്ടു. അപ്പൊ അവിടെ ഉണ്ടായ ഇലക്ട്രിസിറ്റി എത്രയാണ് അല്ലെങ്കിൽ കറണ്ട് എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഇക്വേഷൻ I is equal to Q by T ആണ്. ഓക്കെ, ദ SI യൂണിറ്റ് ഓഫ് കറണ്ട് എന്താണ്? കൂളോം പെർ സെക്കൻഡ്. ഓക്കെ, Q ചാർജിന്റെ യൂണിറ്റ് എന്താണ്? ഇവിടെ ചാർജ്, ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് കൂളോം. കൂളോം. ഓക്കെ, ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ് ഇവിടെ കൂളോം എന്ന് പറഞ്ഞത്. അപ്പോൾ കൂളോം പെർ സെക്കൻഡ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ കൂളോം പെർ സെക്കൻഡ്. അപ്പൊ ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് കൂളോം പെർ സെക്കൻഡ് അല്ലെങ്കിൽ ആംപിയർ. ഇതാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. കൂളോം പെർ സെക്കൻഡ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഓക്കെ, ആംപിയർ. ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് ഏതാണെന്നാണ് ചോദിക്കുക? ആംപിയർ. ഓക്കെ, സോ നമ്മൾ ഇത്രേ പഠിച്ചുള്ളൂ. ചാർജ്, ഫ്ലോ ഓഫ് ചാർജിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. അതായത് I is equal to Q by T ആണ്. ഒരു ടൈം പീരീഡിൽ എത്രയാണോ ചാർജ് ഫ്ലോ ചെയ്യുന്നത് എന്ന് നമ്മൾ കറണ്ട് എന്ന് പറയും. ഓക്കെ, സോ നെക്സ്റ്റ് ഇലക്ട്രോൺസ് ഫ്ലോ ആറ്റ് കൺവെൻഷണൽ കറണ്ട്. ഈ രണ്ട് ടേംസും അറിഞ്ഞിരിക്കുക. എന്താണ് കൺവെൻഷണൽ കറണ്ട്? ഇലക്ട്രോണിന്റെ ഫ്ലോ തന്നെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറഞ്ഞു. അപ്പൊ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്കുക, വെൻ ചാർജസ് ഫ്ലോ ദേ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് അല്ലെ. ചാർജസ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതൊന്നല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം. പോസിറ്റീവ് ചാർജസ് ഉണ്ട്, നെഗറ്റീവ് ചാർജസ് ഉണ്ട് അല്ലെ. അപ്പോൾ ഫോർ ഹിസ്റ്റോറിക്കൽ റീസൺ ദ ഡയറക്ഷൻ ഓഫ് കൺവെൻഷണൽ കറണ്ട് ഈസ് ടേക്കൺ ആസ് ദി ഡയറക്ഷൻ ഓഫ് പോസിറ്റീവ് ചാർജ് വിൽ ഫ്ലോ. അപ്പൊ പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കൺവെൻഷണൽ കറണ്ട് എന്ന് പറയുക. ഓക്കെ, പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോനെയാണ് നമ്മൾ കൺവെൻഷണൽ കറണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഫ്ലോ ചെയ്യാം, അത് കറണ്ട് തന്നെയാണ്. പക്ഷേ കൺവെൻഷണൽ കറണ്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജിന്റെ മാത്രമുള്ള ഫ്ലോ ആണ്. ഓക്കെ, സോ പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രോൺസ് ആണ് കേട്ടോ. ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിസിറ്റി. അത് ഞാൻ ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്യാം. ഇലക്ട്രിസിറ്റി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അത് എപ്പോഴും ഓർക്കണം. സോ അവിടെ പോസിറ്റീവ് ചാർജസിന്റെ ഫ്ലോ ആണെങ്കിൽ കൺവെൻഷണൽ കറണ്ട്. ഇൻ കണ്ടക്ടറിലാണല്ലോ അല്ലെ, കണ്ടക്ടർ ആണ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ പാസ് ചെയ്യുക. സോ കണ്ടക്ടേഴ്സിൽ
In conductor, the current is due to motion of negatively charged electrons. Important. കണ്ടക്ടറിന്റെ കാര്യത്തിലാണെങ്കിൽ അവിടെ കൺവെൻഷണൽ കറണ്ട് അല്ല, അവിടെ എന്താണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആണ് അവിടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ മോഷൻ കൊണ്ടാണ് കണ്ടക്ടറിൽ എന്ത് പാസ് ചെയ്യപ്പെടുന്നത്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യപ്പെടുന്നത്. Therefore, in a circuit, the direction of conventional current is opposite to the direction of motion of electrons. അപ്പോൾ ഒരു സർക്യൂട്ടിൽ കൺവെൻഷണൽ കറണ്ട് എങ്ങനെയായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കില്ലേ. കൺവെൻഷണൽ കറണ്ട് എന്ന് വെച്ചാൽ എന്താണ്, പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോ ആണ്. പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോ അല്ല, അല്ലെങ്കിൽ ആ പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഇവിടെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. കൺവെൻഷണൽ കറണ്ട് ഒരു സർക്യൂട്ടിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. മോഷൻ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെയാണ് സംഭവിക്കണേ, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആണ് ഒരു സർക്യൂട്ടിൽ മൂവ് ചെയ്യുന്നത്, മോഷനിൽ ഇരിക്കുന്നത്. അപ്പൊ കൺവെൻഷണൽ കറണ്ട് ഓപ്പോസിറ്റ് ഹിയർ. എവിടെയാണ്, സർക്യൂട്ടിൽ. ഒരു സർക്യൂട്ടിൽ കൺവെൻഷണൽ കറണ്ട് ഓപ്പോസിറ്റ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് മീൻസ് ഇവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ഞാൻ പറയുന്നത്. അപ്പൊ സർക്യൂട്ടിൽ മെയിൻ ആയിട്ട് കണ്ടക്ടർ ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ. ഇലക്ട്രോൺസ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ ചാർജ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോ ആണെങ്കിൽ നമ്മൾ കൺവെൻഷണൽ കറണ്ട് എന്ന് പറയും. ആ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഒരു കണ്ടക്ടറിൽ ശരിക്കും കണ്ടക്ട് ചെയ്യപ്പെടുന്ന നെഗറ്റീവ് ചാർജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സർക്യൂട്ടിൽ കൺവെൻഷണൽ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, നെക്സ്റ്റ്, ടു മെഷർ ഇലക്ട്രിക് കറന്റ് അമ്മീറ്റർ ക്യാൻ ബി യൂസ്ഡ്. നമുക്കറിയാം, ഇത് ജസ്റ്റ് ഒരു സർക്യൂട്ടിന്റെ പിക്ചർ ആണ്. ഓക്കെ, സോ ഇവിടെ സ്വിച്ച്, ബാറ്ററി, അമ്മീറ്റർ, ഓക്കെ, കണ്ടക്ടർ, അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. സോ ഈ അമ്മീറ്റർ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്യാനാണ്. മെഷർ ഇലക്ട്രിക് കറന്റ്, അമ്മീറ്റർ ക്യാൻ ബി യൂസ്ഡ്. അപ്പൊ അമ്മീറ്റർ എന്തിനാണ് എന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, PYക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അമ്മീറ്റർ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് കറണ്ട് എത്രത്തോളം ഇവിടെ കറണ്ട് പാസ് ചെയ്യപ്പെട്ടു എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, എത്രത്തോളം കറണ്ട് പാസ് ചെയ്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ എത്രത്തോളം അവിടെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ അവിടെ നടന്നു, അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ്, അത് മെഷർ ചെയ്യാനാണ് നമ്മൾ അമ്മീറ്റർ ഇവിടെ യൂസ് ചെയ്യുക. ഇത് കൂടാതെ വേറെ 2 എക്യുപ്മെന്റ്സ് കൂടി ഉണ്ട്. കറണ്ടിന്റെ കാര്യത്തിൽ പഠിക്കുമ്പോൾ അതും കൂടി പഠിച്ചിരിക്കുക. ഗാൽവനോമീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ. ഇത് നമ്മളൊരു സർക്യൂട്ട് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, ഗാൽവനോമീറ്ററും വോൾട്ട് മീറ്ററും. ഓക്കെ, ഗാൽവനോമീറ്റർ എന്ന് പറയുമ്പം ടു know അല്ലെങ്കിൽ ടു ഡിറ്റക്ട് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറണ്ട് അവിടെ വന്നോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്നൊക്കെ കേട്ട് കാണും. അതായത് ഇങ്ങനെ ഒരു ആരോ ആയിരിക്കും, ഈ കോയിൽ ഇങ്ങനെ മൂവ് ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായോ ഇല്ലയോ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പക്ഷെ അത് മെഷർ ചെയ്യണമെങ്കിൽ ആര് വേണം, അമ്മീറ്റർ വേണം. പക്ഷെ നമുക്ക് ഗാൽവനോമീറ്റർ യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക് കറണ്ട് അവിടെ വന്നോ അല്ലെങ്കിൽ ഫ്ലോ നടന്നോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ദെൻ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഈ ഭാഗത്തോട്ടാണ് ആരോ എങ്കിൽ ഈ ഡയറക്ഷനിൽ, ഇങ്ങോട്ടാണെങ്കിൽ ഈ ഡയറക്ഷനിൽ, അങ്ങനെ ഡയറക്ഷൻ ഓഫ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. ഇനി വോൾട്ട്മീറ്റർ എന്തിനാണ്, ടു മെഷർ potential difference. To measure potential ഡിഫറൻസ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വോൾട്ട്മീറ്റർ യൂസ് ചെയ്യുന്നത്. വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ നമുക്കതിനെ വോൾട്ടേജ് എന്നും പറയാം. വോൾട്ടേജ് മെഷർ ചെയ്യാൻ എന്നുള്ള ടേം നമുക്ക് വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, സോ അതാണ് നമ്മൾ സർക്യൂട്ടിൽ 3 എക്യുപ്മെന്റ്സ് ആണ് ഇപ്പൊ പഠിച്ചത്. ഒന്ന് ഗാൽവനോമീറ്റർ, മറ്റൊന്ന് വോൾട്ട്മീറ്റർ, മറ്റൊന്ന് അമ്മീറ്റർ. ഓക്കെ, സോ അമ്മീറ്റർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്താണ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ഗാൽവനോമീറ്റർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് കറണ്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ്. വോൾട്ട്മീറ്റർ എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ്, ഞാൻ അതും കൂടി നോട്ട് ചെയ്യാം, അതും കൂടി എപ്പോഴും പഠിച്ചു വെച്ചേക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഓർ വോൾട്ടേജ് എന്നും പറയാറുണ്ട്. വോൾട്ടേജ് മെഷർ ചെയ്യാൻ വോൾട്ട്മീറ്റർ. ശരിക്കും ഇത് എളുപ്പത്തിൽ കിട്ടും, കാരണം വോൾട്ട്മീറ്റർ വോൾട്ടേജ് ആണ്, നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റും. ഇനി സപ്പോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ് ക്വസ്റ്റ്യനിൽ വരുന്നതെങ്കിൽ അങ്ങനെയും അതും കറക്റ്റ് ആൻസർ ആണ് എന്നുള്ള രീതിക്ക് ഓർത്തിരിക്കുക. ഓക്കെ, മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ട്മീറ്റർ ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ, ഗാൽവനോമീറ്റർ നമ്മൾ ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് ആണ് തരുന്നതെങ്കിൽ ഗാൽവനോമീറ്റർ ഇങ്ങനെ G വെച്ച് ഡിനോട്ട് ചെയ്യാം. വോൾട്ട്മീറ്റർ ആണെങ്കിൽ V വെച്ച് ഡിനോട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ അമ്മീറ്റർ A കാണിച്ചിരിക്കുന്നത് പോലെ ഇവിടെ G അല്ലെങ്കിൽ V എന്ന് കാണിക്കാനും ചാൻസ് ഉണ്ട്.
ഓക്കെ, ഗാലനോമീറ്ററിന് പകരം മൂവിങ് കോയിൽ ഗാലനോമീറ്റർ എന്നുള്ള ടേം ഒക്കെ യൂസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഇതൊന്ന് ഓർത്തിരിക്കണം. അതായത് നമുക്കൊരു ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററായും അമ്മീറ്ററായിട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കണം. അതായത് അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെഷർ ദി ഇലക്ട്രിക് കറണ്ട് ആണ് അല്ലെ. അപ്പൊ ശരിക്കും അമ്മീറ്റർ ഓൾവേസ് കണക്റ്റഡ് എങ്ങനെയായിരിക്കും? അമ്മീറ്റർ always connected സീരീസ്. ഓക്കെ, അമ്മീറ്റർ എപ്പോഴും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ സർക്യൂട്ടിൽ അമ്മീറ്റർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു ഐഡിയൽ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കണം? ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. ഐഡിയൽ അമ്മീറ്റർ ആണെങ്കിൽ ഐഡിയൽ അമ്മീറ്റർ ആണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് അതിന് എങ്ങനെയായിരിക്കണം? റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാവാൻ പാടുമോ? അതായത് ശരിക്കും ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്, ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. സോ ദ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഐഡിയൽ അമ്മീറ്റർ ഇസ് 0. ഇത് എപ്പോഴും ഓർത്തിരിക്കുക. POയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐഡിയൽ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എപ്പോഴും 0 ആയിരിക്കും. പക്ഷേ ഇവിടെ നോക്കിയേ, കണക്ട് എ സ്മോൾ റെസിസ്റ്റൻസ് ഇൻ പാരലൽ വിത്ത് ഗാൽവനോമീറ്റർ ടു മേക്ക് ആൻ അമ്മീറ്റർ. അപ്പോൾ ഗാൽവനോമീറ്ററിന്റെ സ്മോൾ റെസിസ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ പാരലലി കണക്ട് ചെയ്താൽ അത് എന്തായിട്ട് മാറി? അമ്മീറ്റർ ആയിട്ട് മാറി. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. സോ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അമ്മീറ്റർ. ഗാൽവനോമീറ്ററിന് നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഗാൽവനോമീറ്റർ ജസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ്, അമ്മീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഇലക്ട്രിക് കറണ്ട്. Galvanometer can be converted into ammeter by connecting low resistance in parallel. അപ്പൊ low resistance in parallel നമ്മൾ ആ സെന്റൻസിൽ പറഞ്ഞത് അത് തന്നെയാണ്. ഞാൻ ജസ്റ്റ് അത് സെന്റൻസ് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. Parallel, they connect a small resistance R means resistances in parallel. അപ്പൊ low resistance നെ parallelly connect ചെയ്താൽ galvanometer to make an ammeter. Galvanometer can be converted into ammeter. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ വോൾട്ട്മീറ്ററിന്റെ കാര്യമാണ്. വോൾട്ട്മീറ്റർ എന്തിനാണ്? മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള, നമ്മൾ നേരത്തെയുള്ള സ്ലൈഡിൽ നോക്കി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ രണ്ട് പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പോയിന്റ് എ, ഈ പോയിന്റ് ബി. ഈ രണ്ട് പോയിന്റിന്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ വോൾട്ട്മീറ്റർ യൂസ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ട് പോയിന്റിന്റെ ഇടയിൽ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ വോൾട്ട്മീറ്റർ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് വോൾട്ട്മീറ്റർ ശരിക്കും എങ്ങനെയാണ് നമ്മൾ ഇപ്പൊ നേരത്തെ അമ്മീറ്ററിന്റെ പറഞ്ഞ പോലെ, അമ്മീറ്റർ ആയിട്ടല്ല, വോൾട്ട്മീറ്റർ. ഓക്കെ, ഗാൽവനോമീറ്ററിന് നമുക്ക് വോൾട്ട്മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഗാൽവനോമീറ്ററിന് എന്തായിട്ട് കൺവേർട്ട് ചെയ്ത് പഠിച്ചു? അമ്മീറ്റർ ആയിട്ട്. ഇനി കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണം. അപ്പൊ ആദ്യം വോൾട്ട്മീറ്റർ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. വോൾട്ട്മീറ്റർ ഇസ് എ ഡിവൈസ്. എന്താണ്? മെഷർ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഐഡിയൽ വോൾട്ട്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഐഡിയൽ വോൾട്ട്മീറ്ററിന്റെ റെസിസ്റ്റൻസ് നമുക്കറിയാം. വോൾട്ട്മീറ്റർ ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് ഷുഡ് ബി ഇൻഫിനിറ്റി. ഐഡിയൽ വോൾട്ട്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. എപ്പോഴും നമ്മൾ വോൾട്ട്മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുക? ഓൾവേസ് പാരലൽ. ഓക്കെ, ഓൾവേസ് പാരലൽ. വോൾട്ട്മീറ്റർ നമ്മൾ എപ്പോഴും പാരലൽ ആണ് കണക്ട് ചെയ്യുക, അമ്മീറ്റർ എപ്പോഴും സീരീസ് ആയിട്ടാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഉണ്ട്, കണക്ട് എ ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് ദി ഗാൽവനോമീറ്റർ ടു മേക്ക് എ വോൾട്ട്മീറ്റർ. അപ്പൊ ഹൈ റെസിസ്റ്റൻസിനെ, ഗാൽവനോമീറ്ററിന്റെ കൂടെ തന്നെ ഹൈ റെസിസ്റ്റൻസിനെ നമുക്ക് എന്തായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അത് എന്തായിട്ട് മാറി? വോൾട്ട്മീറ്റർ ആയിട്ട് മാറി. അപ്പം കണക്ടിങ് ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ്. അപ്പൊ അങ്ങനെ ഇവിടെ നോട്ട് ചെയ്യാൻ ഞാൻ, കണക്ടിങ് ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ്. ഓക്കെ, ഇത് രണ്ടും രണ്ട് ബോക്സിലാക്കിയിട്ട് വെച്ച് പഠിച്ചോളുക. കാരണം ഇമ്പോർട്ടൻ്റ് ആയ 1 and 2. ഓക്കെ,
ഈ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഒരു വോൾട്ട്മീറ്ററിനെ ഗാലനോമീറ്റർ ആക്കുക, ഒരു ഗാലനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആക്കുക, അല്ലെങ്കിൽ ഗാലനോമീറ്ററിനെ അമ്മീറ്റർ ആക്കുക. അതെങ്ങനെയാണെന്ന് എപ്പോഴും അറിഞ്ഞിരിക്കുക. ഓൾവേസ് അമ്മീറ്ററിനെ സീരീസ് ആയിട്ടും വോൾട്ട്മീറ്ററിനെ പാരലൽ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കണം. ഓക്കെ, അമ്മീറ്റർ ഓൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ്. ഐഡിയൽ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0. വോൾട്ട്മീറ്റർ ഓൾവേസ് കണക്റ്റഡ് ഇൻ പാരലൽ. ഐഡിയൽ വോൾട്ട്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അവിടെ, വോൾട്ടേജ് ആണ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കണം. സോ ഇൻഫിനിറ്റി. Then galvanometer can be converted into ammeter when a low resistance is connected in parallel with galvanometer. Low റെസിസ്റ്റൻസുകളെ എടുത്തിട്ട് പാരലലി കണക്ട് ചെയ്താൽ, അത് ഗാലനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഗാലനോമീറ്റർ അമ്മീറ്റർ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതേപോലെ ഹൈ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ്, the galvanometer can be converted into voltmeter. അപ്പോൾ ഗാലനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഹൈ റെസിസ്റ്റൻസുകളെ എടുത്ത് ഗാലനോമീറ്ററുമായി ചേർത്ത് കണക്ട് ചെയ്താൽ മതി. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം എന്ന് മാത്രം. അങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഗാലനോമീറ്റർ എന്തായിട്ട് മാറി? വോൾട്ട്മീറ്റർ ആയിട്ട് മാറി. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡ് ആണ്. സോ പഠിച്ചിരിക്കുക. എന്താണ് സീരീസ് കണക്ഷൻ, എന്താണ് പാരലൽ കണക്ഷൻ എന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുക. ഇതാണ് സീരീസ് കണക്ഷൻ. പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ പാരലലി. ഓക്കെ, സോ കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് സെയിമും കറണ്ട് ഡിഫറെൻറ്റും ആയിരിക്കും. ഇവർക്കാണെന്നുണ്ടെങ്കിൽ കറണ്ട് സെയിമും വോൾട്ടേജ് ഡിഫറെൻറ്റും ആയിരിക്കും. ഓക്കെ, നമ്മുടെ വീടുകളിലൊക്കെ അപ്ലയൻസസ് പാരലലി ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ അപ്ലയൻസുകൾക്കും അല്ലെങ്കിൽ ഓരോ എക്യുപ്മെന്റ്സുകൾക്കും ഡിഫറെൻറ്റ് കറണ്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സെയിം വോൾട്ടേജ് ആണ്, പക്ഷെ ഡിഫറെൻറ്റ് കറണ്ട് ആണ് നമ്മുടെ ഹൗസ് ഹോൾഡ് എക്യുപ്മെന്റ്സിനെല്ലാം ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് EMF. വാട്ട് ഈസ് EMF അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ഇത് മാറിപ്പോരുത്. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ EMI എന്നുള്ള ഷോർട്ട് ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ അതും EMFും തമ്മിൽ മാറിപ്പോരുത്. ചെറിയൊരു അക്ഷരത്തിന്റെ വ്യത്യാസമുള്ളൂ, അപ്പോൾ അതൊന്നും മാറിപ്പോരുത്. ഒരു ഷോർട്ട് ഫോം മാത്രമാണ് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉള്ളൂ. ഓക്കെ, സോ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇൻ സെൽ ഓർ ബാറ്ററി, ഒരു ബാറ്ററിയിൽ അല്ലെങ്കിൽ സെല്ലിൽ ദ കെമിക്കൽ ചേഞ്ചസ് ടേക്സ് പ്ലേസ് chemical changes place which provide the energy required to the electric charge around the circuit. അതായത് ഒരു ബാറ്ററിയിൽ ശരിക്കും എന്തിന്റെ കൺവേർഷൻ അവിടെ നടക്കുന്നത്? കെമിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഒരു ബാറ്ററിയിലെ കെമിക്കൽ ചേഞ്ചസ് ആണ് അവിടെ നടക്കുന്നത്. കെമിക്കൽ ചേഞ്ചസ് takes place which provide the energy required to the electric charge around the circuit. Electric charge, sorry, here is spelling mistake under electric charge around the circuit. Okay, so electric charge വരാൻ വേണ്ടി അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് ഉണ്ടാവാനുള്ള ആ ഒരു എനർജി കിട്ടുന്ന എവിടെ നിന്നാണ്? ഒരു ബാറ്ററിയിൽ അല്ലെങ്കിൽ ഒരു സെല്ലിൽ. അതിൻ്റെ അകത്ത് നടക്കുന്ന കെമിക്കൽസ് ആണ് അല്ലേ? അകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ് ശരിക്കും ഈ ഒരു ഇതിന് കാരണം. അതായത് അവിടെ നടക്കുന്ന ഇലക്ട്രിക്കൽ എനർജിക്ക് കാരണം അവിടെ നടക്കുന്ന കെമിക്കൽ എനർജിയാണ്. സോ ബാറ്ററി ഈസ് ദി ഡിവൈസ് വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, the electromotive force of any electrical source is the. അപ്പോൾ EMF of any electrical source, ഏതൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് നമ്മൾ എടുത്താലും അതിന്റെ EMF എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് is the work done by the source in driving a unit charge around the complete circuit. അപ്പൊ ആ സോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ആണ്. ആ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എന്താണ്? ആ കംപ്ലീറ്റ് സർക്യൂട്ടിൽ എത്ര യൂണിറ്റ് ചാർജ് അവിടെ പോകുന്നുണ്ട് അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ചാർജ് അവിടെ ഡ്രൈവ് ആവുന്നുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെ നടക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്. അതാണ് അവിടെയുള്ള ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഒരു EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ പറയും. ഓക്കെ, അവിടെ ആ ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ EMF
അവിടെ ഉണ്ടായി എന്ന് വെച്ചാൽ അവിടെ ഒരു ചാർജിന്റെ ഫ്ലോ അവിടെ നടന്നു. ആ കംപ്ലീറ്റ് സർക്യൂട്ടിൽ ഈ സോഴ്സ് കൊണ്ട് ഒരു ചാർജിന്റെ ഫ്ലോ, ഈ ചാർജിന്റെ ഡ്രൈവിംഗ് അവിടെ നടന്നു. അതിനെയാണ് നമ്മൾ EMF എന്ന് പറയുക. ദ SI യൂണിറ്റ് ഓഫ് EMF എന്ന് പറയുന്നത് എന്താ? ജൂൾ പെർ കൂളോം ആണ്. വർക്ക് ഡൺ ആണല്ലോ, ജൂൾ പെർ കൂളോം, ചാർജിന്റെ വർക്ക് ഡൺ ആണ്. അപ്പൊ ജൂൾ പെർ കൂളോം അങ്ങനെ ഓർത്താൽ മതി, അല്ലെങ്കിൽ വോൾട്ട്. ഓക്കെ, EMFന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കൂളോം അല്ലെങ്കിൽ വോൾട്ട് ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF നമ്മളൊരു ബാറ്ററിക്കകത്താണെങ്കിലും ഏതൊരു ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആണെങ്കിലും അതിൻ്റെ അകത്ത് നടക്കുന്ന കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നടക്കുന്ന ചേഞ്ച് കാരണം അവിടെ ഒരു ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടും അല്ലെ. അങ്ങനെ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ആ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത് ആ സോഴ്സിൽ നടക്കുന്ന വർക്ക് ഡൺ അല്ലെങ്കിൽ സോഴ്സിൽ നടക്കുന്ന ചാർജിന്റെ ഡ്രൈവിംഗ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ കംപ്ലീറ്റ് സർക്യൂട്ടിൽ എത്രത്തോളം അവിടെ വർക്ക് ഡൺ ഉണ്ടായി എന്ന് നോക്കുന്നതാണ് അവിടുത്തെ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ സ്ലൈഡിൽ ഇതിന്റെ SI യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ഓഫ് EMF അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ജൂൾ പെർ കൂളോം ആണ്, അല്ലെങ്കിൽ വോൾട്ട് എന്നും പറയാം. ശരിക്കും ഒരു പോയിന്റ് കൂടി ഓർത്തിരിക്കുക, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഇസ് എ വർക്ക്, നോട്ട് എ ഫോഴ്സ്. പേരിൽ ഇത് ഫോഴ്സ് എന്നുണ്ടെങ്കിലും ശരിക്കും എന്താണ്? വർക്ക് ഡൺ. EMF is a വർക്ക് ഡൺ ആണ് EMF എന്ന് പറയുന്നത്, അല്ലാതെ ഇതൊരു ഫോഴ്സ് അല്ല. ഓക്കെ, W is equal to F dot S ആണ് അല്ലെ. വർക്ക് ഡൺ is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, F dot S ആണ്. സോ FS cos theta. ഓക്കെ, സോ W വർക്ക് ഡൺ ആണ് ശരിക്കും എന്ത്? EMF എന്ന് പറയുന്നത്, അല്ലാതെ എന്തല്ല? പേരിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണെങ്കിൽ ഇതൊരു ഫോഴ്സ് അല്ല, നോട്ട് എ ഫോഴ്സ്, ഇറ്റ് ഇസ് എ വർക്ക് ഡൺ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് ടേംസ് ആണ്, അതായത് അസോസിയേറ്റഡ് ടു ദിസ് EMF ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, അങ്ങനെയുള്ള കുറച്ച് ടേംസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഈച്ച് ആൻഡ് എവറി സെന്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെ ഓർത്ത് പഠിക്കുക. സോ ഫസ്റ്റ് നോക്കാം. The magnitude of the induced EMF in a circuit is equal to the time rate of change of magnetic flux through the circuit. ഒരു സർക്യൂട്ടിൽ എത്രത്തോളം ഒരു EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, ആ ടൈമിൽ ഉണ്ടായ മാഗ്നറ്റിക് ഫ്ലക്സിലുള്ള ചേഞ്ച്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതൊരു കോയിലാണെന്ന് വിചാരിക്കുക. ഈ കോയിലിൽ നമ്മൾ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ബ്രേക്ക് ചെയ്തു, വേറെ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് യൂസ് നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ബ്രേക്ക് ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കും? ആ മാഗ്നറ്റിക് ഫ്ലക്സ്, ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ നിൽക്കുന്നതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുക. അപ്പൊ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഇവിടെ എന്ത് ചെയ്യപ്പെട്ടു? ബ്രേക്ക് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പൊ ആ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെ ഉണ്ടാവുന്ന EMF എന്ന് പറയുന്നത്. എത്രത്തോളം ഇവിടെ ഈ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഇങ്ങനെ ഇത് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്, 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സിനെ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ഒരു കോയിലിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് ഇവിടെ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുക. EMF is induced. ഓക്കെ, EMF is induced. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. The induced EMF can be increased by increasing the number of turns N of a 1 minute. The induced EMF can be increased by increasing the number of turns N of a closed coil. അപ്പോൾ ഒരു ക്ലോസ്ഡ് കോയിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു ക്ലോസ്ഡ് കോയിൽ, ഇതാണ് ഒരു ക്ലോസ്ഡ് കോയിൽ. സോ എത്ര ടേൺസ് ഉണ്ട്? നമ്പർ ഓഫ് ടേൺസ് എത്ര എണ്ണം ഉണ്ട്? ഓക്കെ, ദ ഇൻഡ്യൂസ്ഡ് EMF ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ, നമുക്ക് ഈ EMF-നെ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു കോയിലിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഒരു ക്ലോസ്ഡ് കോയിലാണ്, സോളിനോയിഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു ക്ലോസ്ഡ് കോയിലിന്റെ ഈ നമ്പർ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇവിടെ ഉണ്ടാവുന്ന EMF-ന്റെ എമൗണ്ട് കൂട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ പഠിക്കേണ്ട ഇത്രയേ ഉള്ളൂ. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് ആണ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഇൻഡ്യൂസ്ഡ് EMF കൂട്ടണമെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് N ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ക്ലോസ്ഡ് കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ബൈ ആക്സലറേറ്റിംഗ് മാഗ്നറ്റ് ഇൻസൈഡ് എ കോയിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ മാഗ്നറ്റ് അല്ലെ, ഒരു മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് ഇതിനെ ആക്സലറേറ്റ് ചെയ്യിക്കുകയാണ്. ഈ ഒരു ഇവിടെ ഒരു മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട്
നമ്മൾ ഇതിനെ ഇങ്ങനെ ആക്സലറേറ്റ് ചെയ്യിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഇൻ ഇറ്റ് ഇൻക്രീസസ്. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ കറണ്ട് അവിടെ കൂടിക്കൊണ്ടിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ്, അപ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ മാഗ്നറ്റിനെ ആക്സലറേറ്റ് ചെയ്യുക, അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് ആണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കൂട്ടണമെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്താൽ മതി. മാഗ്നറ്റിനെ ആക്സലറേറ്റ് ചെയ്യിച്ചാൽ അവിടെ ഉണ്ടാകുന്ന കറണ്ട് ഇൻക്രീസ് ആവും. അടുത്തത്, എ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ആൻ ഏരിയ ഇസ് കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞതാണ് എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെ, ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുന്നതാണ് ഇതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഒരു ക്രോസ് സെക്ഷൻ, ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എത്ര എണ്ണം ഉണ്ട് എന്ന് പറയുന്നതാണ് അതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, then the magnitude of an induced EMF is proportional to the rate of change of magnetic flux linkage. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. എത്രത്തോളം ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ടോ അത്രത്തോളം എന്തുണ്ടാവും? ഇ എം എഫ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, in a transformer, ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. in a transformer the core is made up of soft iron in order to pass maximum magnetic flux. ട്രാൻസ്ഫോമറിന്റെ അകത്ത് സോഫ്റ്റ് അയൺ കൊണ്ടാണ് ഇത് ഇന്നർ കോർ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ അവിടെ മാക്സിമം എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഇന്റൻസിറ്റിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇത്രയും മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. സോ ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇതിനെ ബ്രേക്ക് ചെയ്താൽ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ നമുക്ക് ഇങ്ങനെ ബ്രേക്ക് ചെയ്താൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും, ഇ എം എഫ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ ട്രാൻസ്ഫോമറിൽ നടക്കുന്ന ഇത്രയാണ്. അതിന്റെ കോർ എന്ന് പറയുന്നത് സോഫ്റ്റ് അയൺ ആണ്. സോഫ്റ്റ് അയൺ കോർ, ഇതാണ് നമ്മുടെ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല്. നമുക്ക് നമ്മൾ ഈ ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ ഒരു എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കുക. എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് MCQ ആണല്ലേ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അതുമായിട്ട് അങ്ങനെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക. അല്ലാതെ ഫുള്ളി അതിൽ നടക്കുന്ന എന്താണ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്നൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ മാത്രം ഓർത്തിരിക്കുക, അതിന്റെ കോർ ഉണ്ടാക്കിയിരിക്കുന്നത് സോഫ്റ്റ് അയൺ കൊണ്ടാണ്. എന്തിനു വേണ്ടിയാണ്? മാഗ്നറ്റിക് ഫ്ലക്സ് മാക്സിമം കിട്ടാൻ വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, അതിന്റെ കുറച്ച് ടേംസ് നോക്കാനുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ക്രിയേറ്റ്സ് എ വോൾട്ടേജ് ഓർ കറന്റ് ഇൻ എ കണ്ടക്ടർ വെൻ എ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വരുമ്പോൾ, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഓൾറെഡി വരച്ചു. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വിചാരിക്കുക. നോർത്ത് ടു സൗത്ത് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വിചാരിക്കുക. Okay, so creates a voltage or current in a conductor when a magnetic field change. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ നമ്മൾ വേറെ എന്തെങ്കിലും മാഗ്നറ്റോ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇങ്ങനെ ചേഞ്ച് വരുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കും? ഇറ്റ് ക്രിയേറ്റ്സ് എ വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ്. വോൾട്ടേജ് ഓർ സോ വോൾട്ടേജ് ഓർ കറന്റ്, ഞാനിവിടെ എ എന്ന് ഡിനോട്ട് ചെയ്യാം, വോൾട്ടേജ് ഓർ കറന്റ്. ഓക്കെ, സോ ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, EMI, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആയിരുന്നു അല്ലെ, EMF ആയിരുന്നു. ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. EMF ഉണ്ടാവുന്ന പ്രോസസ്സാണ് എന്ത്? EMI, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ട്രാൻസ്ഫോമറിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ട്രാൻസ്ഫോമറിൽ എന്താണ്? ഒരു സോഫ്റ്റ് അയൺ കോർ ആണ് യൂസ് ചെയ്യണത് നമ്മൾ പറഞ്ഞു. ഇവിടെ വേറൊരു പോയിന്റ് ആണ്, എന്താണ്? അവിടെ എന്ത് കറണ്ട് ആണ്? AC കറണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇൻ വൺ വൈൻഡിങ് ഇൻഡ്യൂസസ് എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദി ട്രാൻസ്ഫോമർ കോർ. ആ ട്രാൻസ്ഫോമർ കോറിൽ എന്താ ഉണ്ടാവണേ? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇൻ വൺ വൈൻഡിങ് ഇൻഡ്യൂസസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് അവിടെ, AC കറണ്ട് ആണ്. AC കറണ്ട് എങ്ങനെയാണ്? ഇങ്ങനെ വരുന്നത് അല്ലെ, ഇങ്ങനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്, അല്ലാതെ ഡയറക്റ്റ് കറണ്ട് അല്ല. ഇങ്ങനെ ഡയറക്ഷൻ മാറി മാറി വരുന്ന കറണ്ട് ആണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC കറണ്ട് വരുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കണേ? മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് സംഭവിക്കുന്നത്. ഓക്കെ, സോ ട്രാൻസ്ഫോമർ കോറിന്റെ അകത്ത് AC കറണ്ട് വരുമ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് സംഭവിക്കുന്നു. അങ്ങനെ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫോമർ ഏതിന്റെ എക്സാമ്പിൾ ആണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി പ്രവർത്തിക്കുന്ന ഒരു എക്യുപ്മെന്റിന് എക്സാമ്പിൾ ആണ് ട്രാൻസ്ഫോമർ. എക്സാമിന് ചോദിക്കും, ഇമ്പോർട്ടന്റ്. Okay, transformer work
ഓൺ ദി പ്രിൻസിപ്പിൾ. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് എന്തിന്റെ ബേസിസിലാണെന്ന് ചോദിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ട്രാൻസ്ഫോമർ വർക്ക് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇൻ ജനറേറ്ററിൽ എന്ത് സംഭവിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി റോട്ടർ ഇൻഡ്യൂസസ് എ വോൾട്ടേജ് ഇൻ ദി സ്റ്റേറ്റർ വൈൻഡിങ്സ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്ററിന്റെ അകത്തും എന്തുണ്ട്? ഇതുപോലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടെന്നാ വരണ? റോട്ടർ ഉണ്ട് അല്ലെ? ജനറേറ്ററിന്റെ അകത്ത് റോട്ടർ ഉണ്ടാവും, ഇങ്ങനെ റോട്ടർ ഉണ്ടാവും. ആ റോട്ടറിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റർ വൈൻഡിങ്സ് എന്ന് പറയുമ്പോൾ അതിലെ പോർഷൻ ആണ് അല്ലെ? ജനറേറ്ററിന്റെ പോർഷൻ ആണ്. സോ അവിടെ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ അകത്തുള്ള റോട്ടർ ആണ്. ഓക്കെ, ട്രാൻസ്ഫോമർ EMI, ദെൻ സോഫ്റ്റ് അയൺ അതിൻ്റെ അകത്തുണ്ടെന്ന് ആലോചിക്കുക. ജനറേറ്റർ റോട്ടർ ആണ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. ജനറേറ്റർ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി in generator magnetic field of the rotor induces a voltage. റോട്ടറിലാണ് എന്ത് വരുന്നത്? ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരുന്നത്, അവിടെ നിന്നാണ് ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിച്ചത്? മൈക്കിൾ ഫാരഡേ. ഇമ്പോർട്ടൻറ്റ്. EMI ഡിസ്കവേർഡ് ബൈ മൈക്കിൾ ഫാരഡേ. Then dynamo works on the basis of Faraday's law. ഈ ഫാരഡേ പറഞ്ഞ ലോന്റെ ബേസിസിലാണ് ഡൈനാമോ വർക്ക് ചെയ്യുന്നത്. ഡൈനാമോ ഇമ്പോർട്ടൻറ്റ്. ഡൈനാമോ വർക്ക്സ് based on the principle of Faraday's law. Okay, whenever a magnetic field is moved past a conductor, a voltage is induced in the conductor. our magnetic field എവിടെയായാലും ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വന്നാൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു വോൾട്ടേജ് ഓർ കറന്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതാണ് ഇവിടെ പറഞ്ഞത്. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് മൂവ്ഡ് പാസ്റ്റ് എ കണ്ടക്ടർ, എ വോൾട്ടേജ് ഇസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി കണ്ടക്ടർ. ആ കണ്ടക്ടറിലായാലും വോൾട്ടേജ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ദെൻ ഫാരഡ് ഡിറ്റർമൈൻഡ് ദാറ്റ് എ കപ്പാസിറ്റർ. ഓക്കെ, ഫാരഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നോക്കുന്നത്. ഫാരഡ് ഒരു യൂണിറ്റ് ആണ്. determine that a capacitor has a value of 1 farad of capacitance. അപ്പൊ capacitance പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ ഫാരഡിലാണ് പറയുക. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. ഞാനിവിടെ കപ്പാസിറ്റർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ കപ്പാസിറ്റർ നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പൊ എന്താണ് ശരിക്കും കപ്പാസിറ്റർ എന്ന് ചോദിച്ചാൽ, ഒരു ലാർജ് ചാർജ്, ഒരു വലിയ ചാർജ് ചെറിയൊരു സ്പേസിൽ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ശരിക്കും കപ്പാസിറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കണം. ഒരു ലാർജ് എമൗണ്ട് ഓഫ് ചാർജ് നമ്മളൊരു ചെറിയൊരു സ്പേസിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് കപ്പാസിറ്റർ എന്ന് വെച്ചാൽ അതാണ്. ഓക്കെ, സോ നമ്മൾ കപ്പാസിറ്റർ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ വീടുകളിലെ എക്യുപ്മെന്റ്സിലെല്ലാം എന്തുണ്ടാവാറുണ്ട്? കപ്പാസിറ്റർ ഉണ്ടാവാറുണ്ട്. സോ കപ്പാസിറ്റർ വർക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് ആ എക്യുപ്മെന്റിന്റെ എഫിഷ്യൻസി കുറയും. അപ്പൊ കപ്പാസിറ്ററിനെ നമ്മൾ കണ്ടൻസർ എന്നുകൂടി പറയാറുണ്ട്. അതുകൂടി ഓർത്തിരിക്കുക. കപ്പാസിറ്ററിനെ നമ്മൾ കണ്ടൻസർ എന്നുകൂടി പറയാറുണ്ട്. അപ്പൊ ശരിക്കും എന്താണ്? ലാർജ് എമൗണ്ട് ഓഫ് ചാർജ് ക്യാൻ ബി സ്റ്റോർഡ് അല്ലെ, വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യാതെ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ചാർജ് നമുക്ക് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ അകത്ത് കപ്പാസിറ്റർ ഹാസ് വാല്യൂ ഓഫ് 1 ഫാരഡ് ഓഫ് കപ്പാസിറ്റൻസ് എന്ന് വെച്ചാൽ ഇഫ് 1 volt ഓഫ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് അക്രോസ് ഇറ്റ്സ് പ്ലേറ്റ്സ്. ഇതാണ് ഇതിന്റെ പ്ലേറ്റുകൾ. ഇതിന്റെ പ്ലേറ്റുകളുടെ ഇടയിൽ എന്ത് സംഭവിച്ചു? 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തു. 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ അപ്ലൈ ചെയ്താൽ its plates moved 1 coulomb of charge 1 coulomb of electrons from one plate to other. ഇവിടെ 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്താൽ ഇവിടെ നിന്ന് 1 coulomb ചാർജ് ഈ പ്ലേറ്റിൽ നിന്ന് ഈ പ്ലേറ്റിലോട്ട് എന്ത് ചെയ്യും? മൂവ് ചെയ്യപ്പെടും. അതാണ് ഈ ഫാരഡ് എന്ന് പറഞ്ഞാൽ. 1 ഫാരഡ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, അപ്പൊ ഫാരഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. അതായത് യൂണിറ്റ് ആണ് കേട്ടോ, കൂളോം പെർ വോൾട്ട് ആണ്. ഓക്കെ, ഫാരഡ് കൂളോം പെർ വോൾട്ട് അല്ലെ. ഈ വോൾട്ടേജ്, ഈ 1 വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ എത്ര ചാർജ് ഇവിടെ മൂവ് ചെയ്യപ്പെട്ടു? ഇവിടെ എത്രയാണ്? 1 കൂളോം ചാർജ് ആണ് ഇവിടെ പാസ് ചെയ്യപ്പെട്ടത്. അതാണ്. അപ്പൊ കൂളോം പെർ വോൾട്ട്, അതിനെ നമ്മൾ ഫാരഡ് എന്നും പറയാറുണ്ട്. ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ കപ്പാസിറ്ററിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡ് ആണ്. സോ C is equal to Q/V എന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. കപ്പാസിറ്റൻസ് is equal to ചാർജ് ബൈ വോൾട്ടേജ് അല്ലെ. ചാർജ് എത്രത്തോളം ചാർജ് അവിടെ പാസ് ചെയ്യപ്പെടുന്നു ബൈ വോൾട്ടേജ്. അപ്പൊ കൂളോം വോൾട്ട് അല്ലെങ്കിൽ ഫാരഡ്. കപ്പാസിറ്റൻസ് ഫാരഡ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. 1 മൈക്രോ ഫാരഡ് ഇസ് ഈക്വൽ ടു
1 microfarad is equal to 1 microfarad is equal to 10 raised to minus 6 farad. Okay, 1 microfarad is equal to 10 raised to minus 6 farad. ഇത് ചോദിക്കാറുണ്ട് ഈ ഒരു കൺവേർഷൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്ന് ഇവിടെയും കൂടി ഓർത്തിരിക്കുക. 1 microfarad is equal to 10 raised to minus 6 farad ആണ്. കാരണം ഫാരഡ് നമ്മൾ മൈക്രോ ഫാരഡ് ആയിട്ടാണ് നമ്മൾക്ക് കപ്പാസിറ്റൻസ് അളക്കാനായിട്ട് പറ്റുക. ഓക്കെ, 1 ഫാരഡ് ഒന്നും പറയാറില്ല, മൈക്രോ ഫാരഡിലാണ് നമ്മൾ കൂടുതൽ പറയാറുള്ളത്. ഓക്കെ, ദെൻ ഇലക്ട്രിക് ബെൽ ഫങ്ഷൻസ് ബൈ മീൻസ് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റ്. അത് അറിയാമെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആയിരിക്കും. ഇലക്ട്രിക് ബെൽ എങ്ങനെയാണ്? ഇലക്ട്രോമാഗ്നറ്റ് ആണ് ഇലക്ട്രിക് ബെൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ശരിക്കും ഇലക്ട്രിക് ബെൽ അവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് ഇലക്ട്രിസിറ്റിയുടെ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ആണ് ശരിക്കും അവിടെ ഇലക്ട്രിക് ബെല്ല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നതാണ് ഇലക്ട്രിക് ബെൽ ഫങ്ഷൻസ് ബൈ മീൻസ് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റ്. ഓക്കെ, നെക്സ്റ്റ് സെൽസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴും എങ്ങനെയാണ്? അതായത് ഇപ്പൊ നമ്മൾ ഒരു റെസിസ്റ്റൻസ് ആണെങ്കിലും എന്ത് സാധനം, ഇപ്പൊ റെസിസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, റെസിസ്റ്റൻസിന്റെ നമ്മൾ സെൽസ് എന്ന് പറയുവാണെങ്കിൽ സീരീസ് ആയിട്ട് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു എങ്ങനെയാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക, എങ്ങനെയാണ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമ്പിനേഷൻ എടുക്കുമ്പോൾ അതിന്റെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ സ്ലൈഡിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഇപ്പൊ സപ്പോസ് സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് നമ്മൾ R എന്ന് ഡിനോട്ട് ചെയ്താൽ എന്ത് ചെയ്താൽ മതി? R1 പ്ലസ് R2 പ്ലസ് R3. ഇവിടെ 3 അല്ലേ, അപ്പൊ R1 പ്ലസ് R2 പ്ലസ് R3 ചെയ്താൽ മതി സീരീസ് ആണെങ്കിൽ. ഓക്കെ, സീരീസ് ആണെങ്കിൽ. ഇനി സപ്പോസ് പാരലൽ ആണെങ്കിൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഈക്വൽ ടു, ഇതാണ് പാരലൽ. അപ്പൊ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? ശരി, ഇക്വാലന്റ് റെസിസ്റ്റൻസ് R എന്ന് ഡിനോട്ട് ചെയ്യില്ല, 1/R എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, സോ 1/R is equal to 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഓക്കെ, ഇവിടെ 3 റെസിസ്റ്റൻസ് ആയതുകൊണ്ട് 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഓക്കെ, സോ പാരലൽ കോമ്പിനേഷനിൽ ശരിക്കും എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് സെയിം ആയിരിക്കണം അല്ലെ, പക്ഷെ കറണ്ട് എന്ത് ചെയ്യും? വേരി ചെയ്യും. നമ്മൾ പറഞ്ഞു പാരലൽ കണക്ഷൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ സെയിം ആണ് എന്ന് വെച്ചാൽ വോൾട്ടേജ് സെയിം ആണ്, പക്ഷെ കറണ്ട് വേരീസ്. പാരലൽ കണക്ഷനിൽ കറണ്ട് അവിടെ വേരി ചെയ്യും. പക്ഷെ സീരീസ് കണക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ്? വോൾട്ടേജ് ആണ് വേരി ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, സീരീസ് കണക്ഷൻ ആണെങ്കിൽ വോൾട്ടേജ് വേരീസ്. ഓക്കെ, ഹൗസ് ഹോൾഡ് അപ്ലയൻസസിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഓർത്തിരിക്കുക. കറണ്ട് പാരലൽ കണക്ഷൻ ആണെങ്കിൽ കറണ്ട് വേരി ചെയ്യും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. അതേസമയം സീരീസ് കണക്ഷൻ ആണെങ്കിൽ വോൾട്ടേജ് ആണ് വേരി ചെയ്യുക, കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ എക്യുപ്മെന്റ്സ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു രീതിക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവിടെ വോൾട്ടേജ് ആണ് വേരി ചെയ്യുന്നത്, കറണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ എല്ലാ വീടുകളിലേക്കും ഒരേപോലത്തെ കറണ്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. ജസ്റ്റ് ലോജിക്കലി ആലോചിച്ചാൽ മതി. സോ സീരീസ് ആയിട്ട് ആകുമ്പോൾ വോൾട്ടേജ് വേരി ചെയ്യും, കറണ്ട് ആണ് അവിടെ സെയിം ആയിരിക്കണം. സോ ഹൗസ് ഹോൾഡ് അപ്ലയൻസസിൽ എങ്ങനെയാണ്? പാരലൽ കണക്ഷൻ ആണ് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളത്. ഓക്കെ, ദെൻ സെൽസ് ഇൻ സീരീസ്, സെൽസ് ഇൻ പാരലൽ. ജസ്റ്റ് EMFന്റെ ഒരു ടേംസിൽ നമ്മൾ പറയുകയാണ്. The connection gives an increased EMF because charges gain potential energy from all 3 cells when they pass through the cells. അപ്പോൾ ശരിക്കും increased gives an increased EMF ആണ് ഇവിടെ കിട്ടുക. അതായത് സീരീസ് കണക്ഷനിൽ നമുക്ക് എപ്പോഴും കൂടുതലുള്ള EMF ആണ് കിട്ടുക. കാരണം എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ആ 3 സെല്ലുകളിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പൊ ആ 3 സെല്ലുകളിലൂടെ പാസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജീനെയാണ് നമ്മൾ EMF ആയിട്ട് കണക്കാക്കുക. അപ്പൊ കമ്പൈൻഡ് EMF is calculated by adding up individual EMF. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞത്, ഓരോ EMFനെ ആഡ് ചെയ്ത് വരുന്നതാണ് ശരിക്കും സീരീസ് കണക്ഷനിൽ സംഭവിക്കുക. പക്ഷെ ഇവിടെ നോക്കിയ പാരലല്, when the cell with the same EMF are connected in parallel, ഒരേ EMF ഉള്ളത് പാരലലി കണക്ട് ചെയ്താൽ റിസൾട്ടന്റ് EMF എന്തായിരിക്കും? will be equal to EMF of any one of the cells. കറക്റ്റ് അല്ലേ? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ EMF ആയിരിക്കില്ലേ
ഇതിന്റെ ഒരു റിസൾട്ടന്റ് EMF എന്ന് പറയുന്നത്. അല്ലാതെ സീരീസ് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ റെസിപ്രോക്കൽ ആണ് ആഡ് ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പൊ ശരിക്കും ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ EMF ആയിരിക്കും ഇതിന്റെ റിസൾട്ടന്റ് EMF എന്ന് പറയുന്നത്. ഓക്കെ, സോ if the cells of different EMF, then the resultant EMF will be equal to EMF of the cell which is having greater value of EMF. കാര്യം മനസ്സിലായോ? അപ്പൊ സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സീരീസ് കണക്ഷൻ എന്ന് വിചാരിക്കുക. നമ്മൾ EMFകൾ എന്ത് ചെയ്യും, ഇതിന്റെ EMF പ്ലസ് ഇതിന്റെ EMF, അങ്ങനെ EMFകളെല്ലാം ആഡ് ചെയ്യപ്പെടും. ഓക്കെ, ഇതിലൂടെ പോകുന്ന ചാർജുകളെല്ലാം ആഡ് ചെയ്ത് വലിയൊരു EMF, ഹ്യൂജ് EMF ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുക സീരീസ് കണക്ഷൻ. പക്ഷെ പാരലൽ കണക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ്? സപ്പോസ് പാരലൽ കണക്ഷൻ ഒരേ EMF ഉള്ള സാധനങ്ങളെ പാരലലി കണക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിഫറെന്റ് EMF ഉള്ള ആൾക്കാരെ നമുക്ക് പാരലലി കണക്ട് ചെയ്യാം. അപ്പോൾ ഒരേ EMF ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഏതിൻ്റെങ്കിലും ഒന്നിന്റെ EMF ആയിരിക്കും ഇതിന്റെ റിസൾട്ടന്റ് EMF. ഇനി ഡിഫറെന്റ് EMF ആണെന്നുണ്ടെങ്കിലോ ഏറ്റവും വലുത് ഏതാണോ, ഓക്കെ, വിച്ച് ഇസ് ഹാവിംഗ് ദി ഗ്രേറ്റർ വാല്യൂ ഓഫ് EMF. ഓക്കെ, ഏറ്റവും വലിയ EMF വാല്യൂ ഉള്ളതായിരിക്കും ഇതിന്റെ റിസൾട്ടന്റ് EMF എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് EMF in series and EMF in parallel. Sorry, cells in series and cells in parallel. Okay. നെക്സ്റ്റ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ജസ്റ്റ് ഡെഫിനിഷൻ ആയിട്ട് നോക്കിയിരിക്കുക. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഇസ് ഡിഫൈൻഡ് ആസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ്ഡ് ബൈ എയ്തർ ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ ഓർ ബൈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. ഒന്നല്ലെങ്കിൽ ഇലക്ട്രോകെമിക്കൽ സെൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന എവിടെ വേണമെങ്കിലും ആവാം ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, അവിടെ ഉണ്ടാകുന്ന ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, ദെൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഇസ് ഡിഫൈൻഡ് ആസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ വോൾട്ടേജ് എന്നും പറയാറുണ്ട്. കുറച്ച് ഡെഫിനിഷൻസ് ആണ് നെക്സ്റ്റ്. സോ ടൈപ്സ് ഓഫ് കറണ്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, സോ കറണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട്, അതേപോലെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് അതിന്റെ ഡിഫറൻസ് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കാം. വാട്ട് ഈസ് കറണ്ട് ഇലക്ട്രിസിറ്റി? ദർ ആർ 2 ടൈപ്സ് ഓഫ് കറണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട് അല്ലെ. നമുക്കറിയാം ഡയറക്റ്റ് കറണ്ട് ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഡയറക്റ്റ് കറണ്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം, ഡയറക്റ്റ് കറണ്ട് DC കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ ഇങ്ങനെ അല്ലെ, AC കറണ്ട്, ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. സോ ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ whose direction remains the same is known as direct current. Direction എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഡയറക്ഷൻ മാറുമോ? ഇല്ല. Direct current is defined by the constant flow of electrons from region of higher electron density to the region of low electron density. ഒരുപാട് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ള റീജിയണിൽ നിന്ന് ഇലക്ട്രോൺ ഡെൻസിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ കുറഞ്ഞ റീജിയൻസിലോട്ടുള്ള ഇലക്ട്രോൺസിന്റെ ഫ്ലോനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുക. അപ്പൊ DC is mainly മെയിൻലി ഹൗസ് ഹോൾഡ് അപ്ലയൻസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻവോൾവ് ബാറ്ററിയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാറുള്ളത്. എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും ബാറ്ററി പഠിച്ചാൽ മതി. ഓക്കെ, സോ അപ്പോൾ ബാറ്ററി ആണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. DC കറണ്ട് യൂസ്ഡ് ഇൻ ബാറ്ററി എന്ന് ആലോചിക്കുക. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ ആണ് ഹയർ ഡെൻസിറ്റി ടു ലോവർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഉള്ള അവിടെ ഭാഗത്തേക്ക് റീജിയനിലേക്ക് പോകുന്ന ഒരു ഫ്ലോനെയാണ് നമ്മൾ DC എന്ന് പറയുക. ദാറ്റ് ഈസ് എ ഡയറക്റ്റ് കറണ്ട്. ഇനി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണ്? ദാറ്റ് ഈസ് ബൈ ഡയറക്ഷണൽ ആൻഡ് കീപ്സ് ചേഞ്ചിങ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ ഇസ് നോൺ ആസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇതുപോലെ ഈ ഡയറക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കണ്ടിന്യൂസ്ലി ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ബൈ ഡയറക്ഷണൽ ആണ്. The bidirectionality is caused by the sinusoidally varying current and voltage that reverse directions. അപ്പോൾ ഇവിടെ വേരിയിങ് കറണ്ടും വേരിയിങ് വോൾട്ടേജും, കറണ്ടും വോൾട്ടേജും ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ശരിക്കും ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ ഇങ്ങനെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വേരിയിങ് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ക്രിയേറ്റിംഗ് എ പീരിയോഡിക് ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ ഫോർ ദി കറണ്ട്. അപ്പോൾ പീരിയോഡിക് ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ അല്ലെ, പീരിയോഡിക് ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ അങ്ങനെ ഉള്ളൊരു മോഷനാണ് ശരിക്കും AC കറണ്ടിലുള്ളത്. ദ ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ്സ് ആർ അറ്റ് അവർ ഹോം ആൻഡ് ഇൻഡസ്ട്രീസ് ആർ സപ്ലൈഡ് വിത്ത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പൊ ശരിക്കും നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന എങ്ങനെയാണ്? AC കറണ്ട് ആയിട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് കറണ്ട് എത്തുന്നത്. അപ്പൊ 2 കാര്യം ഇവിടെ പറഞ്ഞത്, DC കറണ്ടും AC കറണ്ടും. ഒന്ന് ഡയറക്റ്റ് കറണ്ട്, ഒന്ന് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഡയറക്റ്റ് കറണ്ട് യൂസ് ചെയ്യുന്നത് ബാറ്ററിയിലാണ്. നമ്മുടെ ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഹൗസിലേക്ക് വരുന്ന ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ പുറത്ത് നമുക്ക് കിട്ടുന്ന നമ്മുടെ ഹൗസ് ഹോൾഡിലേക്ക് കിട്ടുന്ന കറണ്ട് AC കറണ്ട് ആണ്. ജനറേഷൻ ഓഫ് കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് ഇലക്ട്രിസിറ്റി ക്യാൻ ബി ജനറേറ്റഡ് ബൈ ദി ഫോളോയിങ് മെത്തേഡ്സ്. ഏതൊക്കെയാണ്? ബൈ മൂവിങ് എ മെറ്റൽ വയർ ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു AC കറണ്ടും DC കറണ്ടും നമുക്ക്
ഇതിലൂടെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഒരു മെറ്റൽ വയറിനെ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്തോട്ട് മൂവ് ചെയ്യുന്നു. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ ഇതിന്റെ അകത്തോട്ട് ഒരു മെറ്റൽ വയറിനെ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, അല്ലെ, കറണ്ട് ഇലക്ട്രിസിറ്റി ബൈ എ ബാറ്ററി ത്രൂ കെമിക്കൽ റിയാക്ഷൻസ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, ഒരു ബാറ്ററിക്കകത്ത്, ഓക്കെ, ഇതൊരു ബാറ്ററി ആണെന്ന് വിചാരിക്കുക. സോ ഈ ബാറ്ററിക്കകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് വഴിയും എന്തുണ്ടാവും, ഒരു കറണ്ട് അവിടെ ഫോം ചെയ്യും. പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്ക് എ സിയും കിട്ടും ഡി സിയും കിട്ടും. ഇവിടെയാണെങ്കിൽ ഡി സി കറണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ. ഒരിക്കലും നമുക്ക് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ബാറ്ററിയുടെ കാര്യത്തിൽ കിട്ടില്ല. ദാറ്റ് ഇസ് കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് ഇലക്ട്രിസിറ്റി വേഴ്സസ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അപ്പൊ എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് അറിയണം. നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്താണെന്ന് നോക്കി. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ refers to the electric charges that build up on the surface of material or substance. ഒരു സബ്സ്റ്റൻസിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ മുകളിൽ ബിൽഡ് ചെയ്ത് വരുന്ന ഇലക്ട്രിക് ചാർജ്, ആ മെറ്റീരിയലിന്റെ മുകളിലുള്ള ഇലക്ട്രിക് ചാർജിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഇപ്പോൾ ഇതൊരു മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക, ഇതിന്റെ മുകളിൽ ബിൽഡ് ചെയ്യുന്ന ഇലക്ട്രിക് ചാർജുകൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും, സ്റ്റാറ്റിക്. കാരണം സ്റ്റാറ്റിക് പൊസിഷനിലാണല്ലോ, അപ്പൊ അതുകൊണ്ട് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയും. ഓക്കെ, ദീസ് ചാർജസ് റിമൈൻ സ്റ്റാറ്റിക് അൺടിൽ ദേ ആർ ഗ്രൗണ്ടഡ് ഓർ ഡിസ്ചാർജ്. ഇത് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ ഈ ചാർജുകൾ എന്തായിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കും. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് formed due to friction. Okay, friction അല്ല, friction ആണ് കേട്ടോ, due to friction. Basically, the phenomenon of static electricity arises when the positive and negative charges are separated. അപ്പോൾ ശരിക്കും പോസിറ്റീവും നെഗറ്റീവും ചാർജുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇത്ര മാത്രം ഓർത്താൽ മതി. അതായത് ഇത് സ്റ്റാറ്റിക് ആണ്, ഡിസ്ചാർജ് ആവുന്നത് വരെ ഇത് സ്റ്റാറ്റിക് ആയിരിക്കും. ഫ്രിക്ഷൻ കാരണം ഉണ്ടാവുന്നതാണ്. നെഗറ്റീവ് പോസിറ്റീവ് ചാർജസ് സെപ്പറേറ്റ് ആവുന്ന സമയത്ത് ഈ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഫോം ചെയ്യപ്പെടും. അത്രേ ഉള്ളൂ. ശരിക്കും നമുക്ക് ഇമ്പോർട്ടൻറ്റ് കറണ്ട് ഇലക്ട്രിസിറ്റി തന്നെയാണ്. ജസ്റ്റ് അതിന്റെ ഡിഫറൻസുകളൊന്നും നോക്കിയിരിക്കുക. ഓക്കെ, സോ എന്താണ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മെയിൻലി കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ദ ഇലക്ട്രിസിറ്റി ഡ്യൂ ടു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്, അല്ലെ. ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ് നമ്മൾ ഇലക്ട്രിസിറ്റി, നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. എന്നാൽ ഇവിടെ എന്താണ്, ഇലക്ട്രിസിറ്റി ബിൽഡ് ഓൺ സർഫസ് ഓഫ് സബ്സ്റ്റൻസസ് നോൺ ആസ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അതായത് ബിൽഡ് ഓൺ ദി സർഫസ്, ഫ്ലോ അല്ല ഇവിടെ. ഓക്കെ, ബിൽഡ് ഓൺ ദി സർഫസ്, ഒരു സർഫസിന്റെ മുകളിൽ ബിൽഡ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിസിറ്റിയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഫ്രിക്ഷൻ കാരണമൊക്കെ ഇലക്ട്രിസിറ്റി അവിടെ ബിൽഡ് ചെയ്യപ്പെടാം. ഇനി എവിടേക്കാണ് കറണ്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യപ്പെടുന്നത്, പവർ പ്ലാന്റ്സിൽ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പവർ സ്റ്റേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്, അല്ലേ. അവിടെ ഉണ്ടാവും. അതേപോലെ ബാറ്ററീസിൽ എന്താ ഉണ്ടാവുന്നത്, കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് ഉണ്ടാവുന്നത്. പക്ഷെ ഇവിടെ നോക്കിയേ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് when objects are rubbed against each other resulting charge transfer. അപ്പൊ രണ്ട് സാധനങ്ങൾ തമ്മിൽ റബ്ബ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ രണ്ട് കൈകൾ തമ്മിൽ നമ്മളിങ്ങനെ ഫ്രിക്ഷൻ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ റബ്ബ് ചെയ്താലും അവിടെ എന്തുണ്ടാവും, ചാർജസിന്റെ ട്രാൻസ്ഫർ ഉണ്ടാവും. ഓക്കെ, റിസൾട്ടിങ് ഇൻ ദി ചാർജ് ട്രാൻസ്ഫർ. അങ്ങനെ ട്രാൻസ്ഫർ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഈ ഒബ്ജക്റ്റിന്റെ മുകളിൽ ബിൽഡ് ചെയ്യപ്പെടുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നു. കറണ്ട് ഇലക്ട്രിസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെ. നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ ടൈമിനനുസരിച്ച് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ട് ചെയ്യുന്ന ആ ഒരു ഇന്റൻസിറ്റിക്കൊക്കെ അനുസരിച്ച് നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് അൺകൺട്രോൾഡ്. ഓക്കെ, ദെൻ the electricity that is used to power up electronic devices is an example of current electricity. So നമ്മൾ സാധാരണ അല്ലെ വീടുകളിലൊക്കെ നമ്മൾ ചാർജ് ചെയ്യാറുണ്ട് ഇലക്ട്രോണിക് ഡിവൈസസുകൾ, അതിന് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയും. The shock experienced while touching the door knob is example for static electricity. അപ്പൊ ഇതെന്താണ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ്. അല്ലാതെ ശരിക്ക് കറണ്ടിൽ നമുക്ക് ഷോക്ക് അടിക്കുവാണോ, അല്ല. ചില സമയത്ത് നമ്മൾ ഡോറിൽ അല്ലെങ്കിൽ ചില പേഴ്സൺ അല്ലെങ്കിൽ നമ്മൾ ചില ഒബ്ജക്റ്റുകൾ തൊടുന്ന സമയത്ത്, ബെഡ്ഷീറ്റ് അതുപോലുള്ള ഒബ്ജക്റ്റുകൾ തൊടുന്ന സമയത്ത് ചില സമയത്ത് ഷോക്ക് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അതെന്ന് പറയുന്നത് ചാർജിന്റെ ട്രാൻസ്ഫർ അവിടെ നടക്കുകയാണ് ബിക്കോസ് ഓഫ് ദി ഫ്രിക്ഷൻ. ദാറ്റ് ഇസ് നോൺ ആസ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. മനസ്സിലായല്ലോ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കറണ്ട് ഇലക്ട്രിസിറ്റിയും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി തമ്മിലുള്ള മേജർ ഡിഫറൻസുകൾ തന്നെ എന്തായാലും അറിഞ്ഞിരിക്കണം. ഒന്ന് ഫ്ലോ ആണ്, ഒന്ന് ബിൽഡ് ആവുകയാണ്. പവർ സ്റ്റേഷനുകളിലെ ബാറ്ററിയിലുള്ളത് കറണ്ട് ഇലക്ട്രിസിറ്റി. സ്റ്റാറ്റിക് ആണെന്നുണ്ടെങ്കിൽ അത് ഫ്രിക്ഷൻ വഴി അല്ലെങ്കിൽ റബ്ബ് ചെയ്യുന്ന സമയത്തൊക്കെ വരുന്നതാണ്. ദെൻ കൺട്രോൾ ചെയ്യുന്നതാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. സ്റ്റാറ്റിക്കിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദെൻ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസുകൾ ചാർജ് ചെയ്യാൻ കറണ്ട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ ഡോർ നോബിലൊക്കെ തൊടുമ്പോൾ ഉണ്ടാവുന്ന ഇല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഷോക്ക് എന്ന് പറയുന്ന ആ എക്സ്പീരിയൻസ്
എന്താണ് ശരിക്കും? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ്. അവിടെ ഉണ്ടാകുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇലക്ട്രിക് കറണ്ടിന് ഡിഫറെന്റ് എഫക്ട്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിലെ ഫസ്റ്റ് എഫക്റ്റ് ആണ് മാഗ്നറ്റിക് എഫക്ട്. ഓക്കെ, സോ മാഗ്നറ്റിക് എഫക്റ്റിൽ an electric current flowing within a conductor generates a magnetic field outside the conductor. അപ്പോൾ ഒരു കണ്ടക്ടറിന്റെ അകത്തുകൂടി ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ആവുകയാണ് വിചാരിക്കുക. ഓക്കെ, ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് വിത്തിൻ എ കണ്ടക്ടർ ജനറേറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് എ കണ്ടക്ടർ. ശരിക്കും ഇതൊരു കണ്ടക്ടർ ആണ് എന്ന് വിചാരിക്കാം. ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ ഇതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അത്രേ ഉള്ളൂ. അതിന് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയും. അത്രേ ഉള്ളൂ. ദിസ് വാസ് ദി ബേസിസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. കണ്ടോ, ഇലക്ട്രോ മാഗ്നറ്റ്സ് വിച്ച് ആർ യൂസ്ഡ് in items like motor യൂസ് ചെയ്യും, ട്രാൻസ്ഫോമേഴ്സിൽ യൂസ് ചെയ്യും അല്ലെ. ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ബി എന്നാണ് ഡിനോട്ട് ചെയ്യുക. അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ദി ഫോളോയിങ് റൂൾ. അപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത്? ഓക്കെ, ഇതിലൂടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യാണ് ഒരു കണ്ടക്ടറിലൂടെ. അപ്പൊ ഇതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ദിസ് ഇസ് ഇലക്ട്രോ മാഗ്നറ്റ്. സോ ഈ ഇലക്ട്രോ മാഗ്നറ്റിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഈ മാഗ്നറ്റിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ഹാൻഡ് റൂൾ. In this, the direction of magnetic field B. Okay, magnetic field around a current carrying conductor. ഇതാണ് current carrying conductor. ഇതിന് ചുറ്റും ഉണ്ടാവുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഇതിന് ചുറ്റും ഉണ്ടാവുന്ന ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഡയറക്ഷനിലാണ് വരയ്ക്കണം, എങ്കിലും അത് എങ്ങനെയാണ് നോക്കാന്ന് വെച്ചാൽ determined using right hand thumb rule. Okay, right hand thumb എടുക്കുകയാണ്. In this case, thumb of the right hand in the direction of current. അപ്പോൾ thumb എന്താണ്? കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. തമ്പ് മുകളിലോട്ടായിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ. The curled fingers will always show the direction of magnetic field. അപ്പൊ ശരിക്കും നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് തമ്പ് എന്ന് വിചാരിക്കുക, ഇതാണ് നമ്മുടെ കേൾഡ് ഫിംഗേഴ്സ് എന്ന് വിചാരിക്കുക. അപ്പൊ തമ്പിന്റെ ഡയറക്ഷൻ ആണ് എന്ത്? കറണ്ട്. തമ്പിന്റെ ഡയറക്ഷൻ ആണ് കറണ്ട്, ഇതിന്റെ ഡയറക്ഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ കറണ്ട് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും. സപ്പോസ് കറണ്ട് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. കറണ്ട് ഇങ്ങോട്ടാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്. ഓക്കെ, സോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എപ്പോഴും ഓർത്തിരിക്കുക. തമ്പ് എപ്പോഴും കറണ്ട് ആണ്, ബാക്കിയുള്ള ഫിംഗേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ, ദെൻ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ രണ്ടാമത്തെ എഫക്റ്റ് ആണ് കെമിക്കൽ എഫക്ട്. മാഗ്നറ്റിക് എഫക്ട് നമ്മൾ പറഞ്ഞു, ഇലക്ട്രോ മാഗ്നറ്റ്സിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. കെമിക്കൽ എഫക്ട് എന്ന് പറയുമ്പോൾ ആൻ ഇലക്ട്രിക് കറണ്ട് പാസിംഗ് ത്രൂ എ കണ്ടക്ടിങ് സൊല്യൂഷൻ നോൺ ആസ് ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ, ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും കെമിസ്ട്രിയിലെ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണിത്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സപ്പോസ് NaCl സൊല്യൂഷൻ എടുക്കുക എന്ന് വിചാരിക്കാം. NaCl എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം ക്ലോറൈഡിന്റെ സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്, അല്ലാതെ ക്രിസ്റ്റൽസ് മാത്രമല്ല. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് 2 ഇലക്ട്രോഡ് നമ്മൾ ഇങ്ങനെ ഇറക്കി വെച്ചു. ഒന്ന് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും ഒന്ന് നെഗറ്റീവ് ടെർമിനലുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. പോസിറ്റീവ് ടെർമിനലിനെ നമ്മൾ ആനോഡ് എന്ന് പറയും, ആനോഡ്. നെഗറ്റീവിനെ നമ്മൾ കാഥോഡ് എന്ന് പറയും. ഓക്കെ, സോ ആനോഡും കാഥോഡും ഇറക്കി വെച്ചു. സോ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ 2 ഇലക്ട്രോഡാണ്, ഇവിടെ ബാറ്ററി ഉണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ ഒരു ഇലക്ട്രോൺസിന്റെ ഫ്ലോ നടക്കും, എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ നടക്കും. അപ്പൊ ഇലക്ട്രിസിറ്റി ഫ്ലോ ഇതിന്റെ അകത്തുകൂടി നടക്കും. ഇതിന്റെ അകത്തുകൂടി, ഈ ഒരു സൊല്യൂഷന്റെ അകത്തുകൂടി. അപ്പൊ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ സൊല്യൂഷൻ വിച്ച് ഡീകമ്പോസസ് when electricity passed through it. Decomposes into ions എന്നുകൂടി വേണമെങ്കിൽ നോട്ട് ചെയ്യാം, into ions. അപ്പോൾ ഇവിടെ NaCl സൊല്യൂഷൻ എന്തായിട്ട് മാറും? Na പ്ലസും Cl മൈനസും ആയിട്ട് മാറും. അപ്പൊ പോസിറ്റീവ് അയോൺസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കാറ്റയോൺസ്. നെഗറ്റീവ് അയോൺസിനെ വിളിക്കുന്നത് എന്താണ്? ആനയോൺസ്. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യപ്പെടുന്ന സമയത്ത് അതിന്റെ അകത്തുള്ള കമ്പോണൻസ് എന്തായിട്ട് മാറും? അയോൺസ് ആയിട്ട് അത് ഡീകമ്പോസ് ആവും. അങ്ങനെയുള്ളതിനെ നമ്മൾ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സൊല്യൂഷൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയാം. അവിടെ കണ്ടക്ട് ചെയ്യാൻ കാരണം എന്താണ്? ശരിക്കും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് വേണം, അല്ലെങ്കിൽ അയോൺസ് വേണം, അല്ലെങ്കിൽ ഹോൾസ് വേണം.
ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുള്ളൂ, ഇലക്ട്രിസിറ്റി അവിടെ കണ്ടക്ട് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പൊ ഇവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതിന് കാരണം എന്താണ്, ആ സൊല്യൂഷൻ ഡീകമ്പോസ് ആയിട്ട് അയോൺസ് ആയിട്ട് മാറി. ഓക്കെ, ആ സൊല്യൂഷൻ ഡീകമ്പോസ് ചെയ്തിട്ട് അയോൺസ് ആയിട്ട് മാറിയപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി അവിടെ കണ്ടക്ട് ചെയ്യപ്പെട്ടു. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ദിസ് പ്രോസസ് യൂസ്ഡ് ഇലക്ട്രോളിസിസ് ടു ഡീകമ്പോസ് കോമ്പൗണ്ട്സ് സച്ച് ആസ് ദി ഡീകമ്പോസിഷൻ ഓഫ് വാട്ടർ ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞത് NaClന്റെ കാര്യമാണ്. ഇനി H2O നമുക്ക് H+ഉം O2- ആയിട്ട് മാറ്റണമെങ്കിൽ Hഉം Oയും ആയിട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ മതി. സോ അയോൺസ് ആയിട്ട് മാറും, ഡീകമ്പോസ് ആവും. അപ്പൊ അതാണ് കെമിക്കൽ എഫക്ട്. നമ്മുടെ ഇലക്ട്രിക് കറണ്ടിന് ഒരു കെമിക്കൽ എഫക്ട് ഇല്ലേ. ഇനി സം എക്സാമ്പിൾസ് ഓഫ് ദിസ് പ്രാക്ടീസ് നമ്മൾ ഏതൊക്കെ പറയും, ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഇലക്ട്രോ റിഫൈനിങ്, വാട്ടർ ഇലക്ട്രോളിസിസ്. വാട്ടർ ഇലക്ട്രോളിസിസ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞതാണ്. ഇലക്ട്രോളിസിസ് ആണ് ഞാനിവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു സെറ്റപ്പ് ശരിക്കും ഇലക്ട്രോളിസിസ് ആണ്. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഏതെങ്കിലും ഒരു ഇലക്ട്രോഡിന് പകരം നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രോഡ് വെക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഗാൽവനൈസേഷൻ, ഇലക്ട്രോളിസിസിന് പകരം നമ്മൾ one second. ഓക്കെ, സോ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുമ്പം ഗാൽവനൈസേഷൻ കൂടി വരും. അതും കൂടി ഓർത്തിരിക്കുക. ഞാനത് ജസ്റ്റ് ഇവിടെ ഡിനോട്ട് ചെയ്യാം. ഗാൽവനൈസേഷൻ. Galvanization means apply zinc layer. Apply zinc layer on iron. Mainly iron ന്റെ മുകളിലാണ് to prevent rusting. To prevent rusting. Galvanization എന്ന് പറഞ്ഞാൽ applying zinc layer on iron to prevent rusting. That is galvanization. അത് ചെയ്യുന്നതും ശരിക്കും എങ്ങനെയാണ്, ഇലക്ട്രോപ്ലേറ്റിംഗ് വഴിയാണ്. ഒരെണ്ണത്തിന്റെ മുകളിൽ വേറൊരെണ്ണം നമ്മൾ പ്ലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ. അപ്പം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുവായിരുന്നോ? ഈ സ്ലൈഡിന്റെ മുമ്പത്തെ സ്ലൈഡ് പറയണോ? ഈ സ്ലൈഡിന്റെ മുമ്പത്തെ സ്ലൈഡ് പറയണോ? എവിടെ വെച്ച് കട്ടായെന്നറിയാമോ? കുഴപ്പമില്ല. ഏതാണ് കേട്ടില്ല. ഇല്ല മിസ്, കണ്ടിന്യൂ ചെയ്തോ കേട്ടോ. ഓക്കെ ഓക്കെ, തുടങ്ങിക്കോട്ടെ. തുടങ്ങി. ഓക്കെ, അപ്പൊ നമ്മൾ ഗാൽവനൈസേഷൻ ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോപ്ലേറ്റിംഗിന്റെ വേറൊരു മെത്തേഡാണ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊരു മെറ്റൽ വേറൊന്നിന്റെ മുകളിൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് പ്ലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയും. ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്ലൈ സിങ്ക് ലെയർ ഓൺ അയൺ ടു പ്രിവെന്റ് റസ്റ്റിംഗ്. മെയിൻലി സിങ്ക് ലെയർ അയണിന്റെ മുകളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക, റസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. അതിനെയാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിന്റെ കെമിക്കൽ എഫക്ട്സ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ ഈ ഇലക്ട്രോളിസിസ് ആണ്. അപ്പൊ ഞാൻ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇലക്ട്രോളിസിസ് ഇതാണ് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, ഇലക്ട്രോളിസിസ്. ഇനി നെക്സ്റ്റ് സ്ലൈഡ്. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ മൂന്നാമത്തത് ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ഹീറ്റിംഗ് എഫക്റ്റിൽ നമുക്കൊരു ലോ ഒക്കെ പഠിക്കാനുണ്ട്. ഹീറ്റിംഗ് എഫക്റ്റ് എളുപ്പമാണ്. അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കുക, വെൻ ആൻ ഇലക്ട്രിക് കറണ്ട് പാസസ് ത്രൂ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ ഇലക്ട്രിക് കറണ്ട് ഈ കണ്ടക്ടറിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ജനറേറ്റ്സ് ഹീറ്റ് ദാറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ സച്ച് ആൻ അപ്ലയൻസസ് ആസ് ഇലക്ട്രിക് ഹീറ്റേഴ്സ്, ടോസ്റ്റേഴ്സ്, ഇലക്ട്രിക് ബൾബ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ആ ഒരു എക്യുപ്മെന്റിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യപ്പെടുന്ന സമയത്ത് അത് ഹീറ്റ് ആവും അല്ലെ? തീർച്ചയായിട്ടും അത് ഹീറ്റ് ആവും. അങ്ങനെ ഹീറ്റ് ആവുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ആ ഹീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. ഏതിലൊക്കെയാണ്? ഇലക്ട്രിക് ഹീറ്റേഴ്സിൽ, ടോസ്റ്റേഴ്സിൽ, ഇലക്ട്രിക് ബൾബുകളിൽ. ഇലക്ട്രിക് ബൾബുകളിൽ ശരിക്കും അതൊരു നമുക്ക് യൂസ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്താണ്,
ശരിക്കും അവിടെ ഉണ്ടാവുന്ന എനർജി ലോസ് ആണ് ശരിക്കും ഇവിടെ ഹീറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇലക്ട്രിക് ബൾബുകളിലൊക്കെ ഉണ്ടാവുന്ന എനർജി ലോസ് ആണ് ഒരു ഹീറ്റ്. പക്ഷെ ടോസ്റ്റേഴ്സിലും ഹീറ്റേഴ്സിലൊക്കെ നമ്മൾ ഈ ഒരു എഫക്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് is used in electric heaters and toasters and also electric bulbs. അപ്പോൾ ഹീറ്റിംഗ് എങ്ങനെയാണ്? ഹീറ്റിംഗ് occurs as a result of resistance within the conductor. Important point. ആ ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് എന്തുണ്ടാവും? റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ റെസിസ്റ്റൻസ് എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം കൂടുതൽ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിന്റെ ഈ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ് അവിടെ ഹീറ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ദിസ് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു ഹീറ്റ് എനർജി. അപ്പോൾ ഒരു കണ്ടക്ടർ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു, പക്ഷെ അവിടെ ഇലക്ട്രിക്കൽ എനർജീനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിലൂടെയാണ് അത് ചൂടാവുന്നത് അല്ലെ. ദ ഹീറ്റ് ജനറേറ്റഡ് ബൈ ആൻ അപ്ലയൻസസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദ പ്രൊഡക്റ്റ് ഓഫ് പവർ ഡിസിപ്പേറ്റഡ് ബൈ ദ അപ്ലയൻസ് ഇൻ എ സർട്ടൻ എമൗണ്ട് ഓഫ് ടൈം. ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ടൈമിൽ അവിടെ എത്ര പവർ ഉണ്ടാവുന്നു എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഹീറ്റ് ജനറേറ്റഡ് എത്രയാണ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, സോ ഹീറ്റ് ജനറേറ്റഡ് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ആണ്. മനസ്സിലായല്ലോ? ഇതാണ് ഹീറ്റിംഗ് എഫക്റ്റ്. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് ഹീറ്റ് ആവുന്നു, ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ടഡ് ആവുന്നു. സോ ആ ഒരു ഹീറ്റ് എനർജി നമുക്ക് പല രീതിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ പവർ ഇൻറ്റു ടൈം ആയിരിക്കും. പവർ ഡിസിപ്പേറ്റഡ് ബൈ ആൻ അപ്ലയൻസസ് ഇൻ എ സർട്ടൻ എമൗണ്ട് ഓഫ് ടൈം. ദാറ്റ് ഇസ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇനി റെസിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. റെസിസ്റ്റൻസ് എന്താണ്? ആർ, അതായത് കണ്ടക്ടറിന് എന്തുണ്ടാവും? റെസിസ്റ്റൻസ് ഉണ്ടാവും. റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഉണ്ടാവുന്ന ഹീറ്റും കൂടുമെന്ന് പറഞ്ഞു. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒപ്പോസിഷൻ ദാറ്റ് ഇസ് സബ്സ്റ്റൻസ് ഓഫേഴ്സ് ടു ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. ഇറ്റ് ഇസ് എൻ ഒപ്പോസിഷൻ. അപ്പോൾ ഇറ്റ് ഇസ് മെഷേർഡ് ഇൻ ഓംസ്. ഓംസിലാണ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഇറ്റ് റെഫേഴ്സ് ടു ദി ഫോഴ്സസ് ദാറ്റ് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇന്നെ വയർ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ, ഇന്നെ വയർ, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇലക്ട്രിക് ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന ആ ഒരു നേച്ചറിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി can use resistance to our benefit by transforming electrical energy lost in a resistor into heat energy, like electric stove. Electric stove എന്ത് സംഭവിക്കുന്നു? ഹീറ്റ് എനർജി ആക്കി ആ ഇങ്ങനെ കൺവേർട്ടഡ് ആവുന്ന അല്ലെങ്കിൽ ലോസ് ആവുന്ന എനർജിയെ നമ്മൾ ഹീറ്റ് എനർജി ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ സ്റ്റൗവിൽ യൂസ് ചെയ്യുന്നു. ലൈറ്റ് എനർജി ആക്കി ലൈറ്റ് ബൾബിൽ യൂസ് ചെയ്യുന്നു, ലൈറ്റ് എനർജി ആക്കി മാറ്റുന്നു. സൗണ്ട് എനർജി ആക്കുന്നു റേഡിയോയിൽ, മെക്കാനിക്കൽ എനർജി ആക്കുന്നു ഇലക്ട്രിക് ഫാനിൽ, മാഗ്നറ്റിക് എനർജി ആക്കുന്നു ഇലക്ട്രോ മാഗ്നറ്റിൽ. സോ ഇത് ശരിക്കും വർക്ക് എനർജി പവർ എന്നുള്ള ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. അതായത് ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ എന്തൊക്കെയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ശരിക്കും ഈ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. എല്ലാത്തിലും ഈ ഒരു ഇലക്ട്രിസിറ്റി ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും യൂസ്ഫുൾ ആയിട്ട് എക്യുപ്മെന്റ്സിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ഇലക്ട്രിസിറ്റി ഹീറ്റ് ആയിട്ട് മാറുന്നു? എവിടെ? ഇലക്ട്രിക്കൽ സ്റ്റൗവിൽ. ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു ബൾബിൽ. ഇലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജി ആയിട്ട് മാറുന്നു റേഡിയോയിൽ. ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ എനർജി എവിടെയാണ്? ഫാനിൽ, ഇലക്ട്രിക്കൽ ഫാനിൽ. ദെൻ മാഗ്നറ്റിക് എനർജി ആയിട്ട് മാറുന്നു എവിടെ? ഇലക്ട്രോ മാഗ്നറ്റിൽ. Okay, if we want current to flow directly from one point to another, we should use a wire that has a little resistance as possible. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് കൂടുതൽ വെച്ചാൽ എന്ത് സംഭവിക്കില്ല? ഇലക്ട്രിസിറ്റി ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അവിടെ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ റെസിസ്റ്റൻസ് കുറച്ച് കൊടുത്താൽ മതി, പാസ് ചെയ്യുള്ളൂ. റെസിസ്റ്റൻസ് കൂട്ടിക്കൊടുത്താൽ പാസ് ചെയ്യോ? ഇല്ല, അവിടെ അത് ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും. പാസിങ് നടക്കാതെ അവിടെ ഹീറ്റ് എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഇസ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ഓം ആണ്. ഓം ഇങ്ങനെയാണ്, ഓം ആണ് നമ്മൾ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ സിമ്പൽ ഇതാണ്. ഓക്കെ, ഓം നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, കണ്ടക്ടൻസിന്റെ ഓപ്പോസിറ്റ് ആണ് റെസിസ്റ്റൻസ്. ഓക്കെ, കണ്ടക്ടൻസ്, കപ്പാസിറ്റൻസ് അല്ല, അത് വേറെയാണ്, നമ്മളത് പഠിച്ചു. കണ്ടക്ടൻസിന്റെ ഓപ്പോസിറ്റ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ കണ്ടക്ടൻസ് എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കണ്ടക്ഷൻ അവിടെ കറക്റ്റ് ആയിട്ട് നടക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ജൂൾസ് ലോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ജൂൾസ് ലോ. ഈ ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു ലോ ആണ്. ജൂൾസ് ലോ ഇസ് നെയിംഡ് ആഫ്റ്റർ ജെയിംസ് പ്രിസ്കോട്ട് ജൂൾ, സയന്റിസ്റ്റിന്റെ പേരാണ്. ആൻഡ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹീറ്റ് ജനറേറ്റഡ് ബൈ
current flowing through a conductor and amount of electrical energy dissipated. ഇത് പറയുന്നത് എന്താണ്? അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എത്രയാണ്, എത്ര ഇലക്ട്രിക്കൽ എനർജി അവിടെ ഉണ്ടായി, അല്ലെങ്കിൽ എത്ര ഇലക്ട്രിക്കൽ എനർജി അവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ലോയിൽ പറയുന്നത്. അപ്പൊ ജൂൾസ് ലോ നമുക്ക് നോക്കാം. ജൂൾസ് ലോ states that the heat generated by a current flowing through a conductor is directly proportional to. അപ്പൊ എന്താണ്? heat generated by a current flowing through a conductor. ഇതൊരു കണ്ടക്ടർ ആണ്. ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടും. ഈ ഹീറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് കറണ്ട്, കറണ്ടിന്റെ സ്ക്വയറിനും ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനും ആൻഡ് ടൈം ഫോർ വിച്ച് ദ കറണ്ട് ഫ്ലോസ്, എത്ര ടൈം അവിടെ കറണ്ട് ഫ്ലോ ആവുന്നുണ്ട്, അതിന്റെ പ്രൊഡക്റ്റുകൾക്ക് എന്തായിരിക്കും? പ്രൊഡക്റ്റ് ആയിരിക്കും ശരിക്കും അവിടെ ഉണ്ടായ ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ H is equal to I square RT എന്ന് പഠിച്ചു വയ്ക്കുക. H is equal to I square RT. ഇവിടെ പഠിച്ചത് നമ്മൾ ഇതിന് പ്രപ്പോർഷനിലാണ് എന്നുള്ളതാണ്. ഓക്കെ, എത്ര ഹീറ്റ് ഉണ്ടാവുന്നു എന്നുള്ളത് കറണ്ടിന്റെ സ്ക്വയറിനും റെസിസ്റ്റൻസിനും എത്ര ടൈം അവിടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതിനും പ്രപ്പോർഷനിലായിരിക്കും അവിടെ ഉണ്ടാവുന്ന ഹീറ്റ്. ദാറ്റ് ഇസ് H is equal to I square RT. ദാറ്റ് ഇസ് നോൺ ആസ് ജൂൾസ് ലോ. ഓക്കെ, സോ I എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ഫ്ലോ ത്രൂ എ മെറ്റീരിയൽ, അതിന്റെ യൂണിറ്റ് ആംപിയർ. ദെൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഓം. ടൈം എന്ന് പറയുമ്പോൾ ടി ആണ്. എത്ര നേരം ആ മെറ്റീരിയലിലൂടെ, അത് സെക്കൻഡിലാണ് നമ്മൾ പറയാറുള്ളത്, എത്ര നേരം അതിലൂടെ ഇലക്ട്രിക് കറണ്ട് അവിടെ ഫ്ലോ ആവുന്നുണ്ട്. ദാറ്റ് ഇസ് I, R ആൻഡ് T. എപ്പോഴും നമ്മൾ റെസിസ്റ്റൻസിന്റെ കാര്യം ഓർക്കണം. റെസിസ്റ്റൻസ് ഒരിക്കലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഡയമെൻഷൻസ് ഓഫ് ദ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ മെറ്റീരിയലിന്റെ ഡയമെൻഷൻ, എത്ര നീളം എടുത്തു എന്നൊന്നും നമ്മൾ നോക്കില്ല. എത്ര നീളം എടുത്തു എന്നൊന്നും നമ്മൾക്ക് ശരിക്കും റെസിസ്റ്റൻസ് നമ്മൾക്ക് പറയാനായിട്ട് പറ്റില്ല. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ശരിക്കും എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൂ? അതിന്റെ ടെമ്പറേച്ചർ ആൻഡ് നേച്ചർ ഓഫ് മെറ്റീരിയൽ. റെസിസ്റ്റിവിറ്റി, റെസിസ്റ്റൻസിന്റെ ആ ഒരു പ്രോപ്പർട്ടിയാണ്, റെസിസ്റ്റൻസ് കാണിക്കുന്ന ആ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി. അപ്പൊ ഞാനിത് ക്ലിയർ ആയിട്ട് എഴുതാം. സെക്കൻഡ്. ഓക്കെ, ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻസ് ഓൺ എന്തിനോടാണ്? ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് നേച്ചർ ഓഫ് ദാറ്റ് മെറ്റീരിയൽ. ടെമ്പറേച്ചർ ആൻഡ് നേച്ചർ ഓഫ് ദാറ്റ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു മെറ്റീരിയൽ എടുത്തു, അത് അയണാന്ന് വിചാരിക്കുക, വേറൊരു മെറ്റീരിയൽ എടുത്തു സ്റ്റീലാന്ന് വിചാരിക്കുക. രണ്ടിന്റെയും റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. കാരണം നേച്ചർ വേറെയാണ് അല്ലെ, നേച്ചർ വേറെയാവുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി മാറും. അതുപോലെ നമ്മൾ ആ സെയിം മെറ്റീരിയൽ തന്നെ രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? അതിന്റെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ അത് കാണിക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷെ ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? അതും കൂടി ഓർക്കണം. depends on dimensions of that material. Okay, so independent of അല്ലെങ്കിൽ not depend on dimensions of the conductor. dimension എന്ന് പറഞ്ഞാൽ length, area of cross section, breadth അങ്ങനെ നമ്മൾ പറയില്ലേ, അതാണ് dimension. dimensionsന് ഒരിക്കലും resistivity ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. it is independent of, not depends എന്ന് പഠിക്കുക, അല്ലെങ്കിൽ independent of ഡയമെൻഷൻസ് ഓഫ് ദി മെറ്റീരിയൽ. അത് എത്ര നീളത്തിലെടുത്താലും, നീളം കുറച്ചെടുത്താലും, എത്ര കട്ടിയിലെടുത്താലും, കട്ടി കുറച്ചെടുത്താലും റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യില്ല? മാറില്ല. പക്ഷെ ആ റെസിസ്റ്റൻസ് കാണിക്കുന്ന ടൈം ചിലപ്പോൾ മാറിയെന്നിരിക്കും. കാരണം നീളം കൂടുന്നതിനനുസരിച്ച് ആ റെസിസ്റ്റൻസ് കാണിക്കുന്ന ടൈം ചിലപ്പോൾ മാറിയെന്നിരിക്കും. പക്ഷെ ഒരിക്കലും റെസിസ്റ്റിവിറ്റി ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, റെസിസ്റ്റിവിറ്റി എന്നുള്ള ടേം എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ, റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അത് എപ്പോഴും ഓർക്കുക. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് ഓരോ ടേംസ് ആണ്. അമ്മീറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തിനു വേണ്ടിയാണ്? ടു മെഷർ ഇലക്ട്രിക് കറണ്ട്. ആംപിയറിലാണ് നമ്മൾ മെഷർ ചെയ്യുക. സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ആ പാത്തിനെ നമ്മൾ ആ സർക്യൂട്ട് എന്ന് പറയും അല്ലെ. ഇലക്ട്രിക് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ആ പാത്തിനെ നമ്മൾ സർക്യൂട്ട് എന്ന് പറയും. കണ്ടക്ടർ എന്ത് ചെയ്യും? കണ്ടക്ടർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് ആണ്, വിച്ച് ഹോൾഡ് ഇലക്ട്രോൺസ് ലൂസ്ലി അലോയിങ് ദം ടു മൂവ് ത്രൂ ഇറ്റ് മോർ ഈസിലി. ഓക്കെ, സോ ഈസിലി എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസിനെ ആണെങ്കിൽ ആറ്റംസിനെ ആണെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കും അല്ലെ കണ്ടക്ടർ. അതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി അത് കണ്ടക്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പറഞ്ഞു
ഫ്ലോ ഓഫ് ചാർജ് ആണ് അല്ലേ, ഫ്ലോ ഓഫ് ചാർജ് ആണ് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ആംപിയറിൽ മെഷർ ചെയ്യും. Then electrochemical reaction. What is electrochemical reaction? Most often involves the transfer of electrons between two substances, either caused by or accompanied by electric current. അപ്പോൾ electrochemical reaction എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഈ ഒരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രോപ്ലേറ്റിംഗ് ഒക്കെ പറഞ്ഞു, അതായത് ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ അവിടെ നടക്കുന്നു, അതാണ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ. ഓക്കെ. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആനോഡും കാഥോഡും പറഞ്ഞിരുന്നു. കണ്ടക്ടർ ത്രൂ വിച്ച് ഇലക്ട്രിക് കറണ്ട് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ആൻ ഒബ്ജക്ട് അല്ലെ. രണ്ട് ഇലക്ട്രോഡുകളെ ഞാൻ ഇവിടെ വരച്ചിരുന്നു നേരത്തെയുള്ള സ്ലൈഡിൽ. സോ ഇതിലൂടെ ഇങ്ങനെ ലീവും ചെയ്യുന്നു, ഇതിലൂടെ എൻറ്റർ ആവുകയും ചെയ്യുന്നു അല്ലെ. എൻറ്റർ ആവുന്നു, ലീവ് ചെയ്യുന്നു. ഓക്കെ. സോ ആ ഒരു ഫ്ലോ ആണ്. അപ്പൊ എൻറ്റേഴ്സ് ഓർ ലീവ്സ് ആൻ ഒബ്ജക്ട് ഓർ സബ്സ്റ്റൻസ്, ദാറ്റ് ഈസ് ഇലക്ട്രോഡ്. ഓക്കെ. അതൊരു കണ്ടക്ടർ ആണ്, ഇലക്ട്രിക് കറണ്ട് ലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻറ്റർ ചെയ്യുന്ന കണ്ടക്ടർ. ഇനി സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ made up of atoms that hold on to electrons with strength between that of a conductor and that of a insulator. കണ്ടക്ടറിന്റെയും ഇൻസുലേറ്ററിന്റെയും ഇടയിൽ, ഓക്കെ, കണ്ടക്ടറിന്റെയും ഇൻസുലേറ്ററിന്റെയും മിഡിൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് സെമി കണ്ടക്ടേഴ്സ്. മെയിൻ ആയിട്ട് ഈ സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കണും ജെർമേനിയം ആണ്. ഓക്കെ. സിലിക്കൺ ആൻഡ് ജെർമേനിയം മെയിൻലി കോമൺലി യൂസ്ഡ് ആസ് സെമി കണ്ടക്ടേഴ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ. സിലിക്കൺ, ജെർമേനിയം, അതായത് ഇവർ ശരിക്കും ചില സമയത്ത് കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും, ചില സമയത്ത് ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും. അതായത് ഇവരിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണല്ലോ ശരിക്കും ഈ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇവരുടെ ഉള്ളിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല എപ്പോൾ? നോർമൽ ടെമ്പറേച്ചറിൽ. പക്ഷെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഇവരിൽ ഫ്രീ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും, ആ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അതുകൊണ്ടാണ് ഇവർ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. അതാണ് സിലിക്കണും ജെർമേനിയത്തിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്. നോർമൽ ടെമ്പറേച്ചർ, ഇപ്പൊ നമ്മുടെ റൂം ടെമ്പറേച്ചറിലൊക്കെ ആണെങ്കിൽ ഇവർ എന്തായിട്ട് ആക്ട് ചെയ്യില്ല, ഇവർ ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. പക്ഷേ ഹയർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഇവർ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും, കാരണം ഫ്രീ ഇലക്ട്രോൺസ് ഇവരിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതാണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. സീരീസ് സർക്യൂട്ട് കണക്റ്റഡ് എങ്ങനെയാണ്? സിംഗിൾ പാത്തിൽ അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ജസ്റ്റ് ഡെഫിനിഷൻ അറിയാൻ വേണ്ടി ഇതാണ്. സോ ഇഫ് വൺ ഓഫ് ദ ലൈറ്റ് ബൾബ് റിമൂവ് ദ സർക്യൂട്ട് ഈസ് ബ്രോക്കൺ. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം റിമൂവ് ചെയ്താലും എന്ത് സംഭവിക്കും? ആ സർക്യൂട്ട് ഫുൾ ആയിട്ട് ബ്രേക്ക് ആവും. ഓക്കെ. Then voltage എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, such as positive and negative ends of a battery. It is often described as the push or force of electricity. ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ എക്സാമിന് വരുവാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക. It is a push or force of electricity. It is possible to have the voltage without current if the circuit is incomplete. അത് സർക്യൂട്ട് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ, ഒരു സർക്യൂട്ടിൽ കറണ്ട് ഇല്ലാതെ തന്നെ അവിടെ വോൾട്ടേജ് ഉണ്ടാവാം. അതായത് ഒരു സർക്യൂട്ട് ഇൻകംപ്ലീറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ആൻഡ് ഇലക്ട്രോൺസ് കാനോട്ട് ഫ്ലോ. സർക്യൂട്ട് ഇൻകംപ്ലീറ്റ് ആണെങ്കിലും ഇലക്ട്രോൺസ് അവിടെ ഫ്ലോ നടന്നില്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? കറണ്ട് ഇല്ലാതെ വോൾട്ടേജ് മാത്രം ഉണ്ടായി എന്ന് നമുക്ക് പറയാം അല്ലെ. ബട്ട് നോട്ട് പോസിബിൾ ടു ഹാവ് കറണ്ട് വിത്തൗട്ട് വോൾട്ടേജ്. ഓക്കെ. വോൾട്ടേജ് ഇല്ലാതെ എന്തുണ്ടാവില്ല? കറണ്ട് ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ ഇത് എപ്പോഴും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കുക. ഒരിക്കലും എല്ലായ്പ്പോഴും നമുക്ക് എന്തുണ്ടാവാം? വോൾട്ടേജ് ഉണ്ടാവാം. ഓക്കെ. കറണ്ട് ഇല്ലെങ്കിലും വോൾട്ടേജ് ഉണ്ടാവാം, പക്ഷെ വോൾട്ടേജ് ഇല്ലാതെ എന്തുണ്ടാവില്ല? കറണ്ട് ഉണ്ടാവില്ല. നോട്ട് പോസിബിൾ ടു ഹാവ് കറണ്ട് വിത്തൗട്ട് വോൾട്ടേജ്. വോൾട്ടേജ് ഇല്ലെങ്കിൽ അവിടെ എന്ത് നടക്കില്ല? ഫ്ലോ നടക്കില്ല അല്ലെ. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇപ്പൊ എയും ബിയും രണ്ട് പോയിന്റ്സ് ആണ്, ഇവരുടെ ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല? കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഏതാണ് പറയുന്നത്? ഇറ്റ് ഇസ് പോസിബിൾ ടു ഹാവ് വോൾട്ടേജ് വിത്തൗട്ട് കറണ്ട്. ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി, കറണ്ട് ഫ്ലോ ആവണമെന്ന് നിർബന്ധമില്ല അല്ലെ. അപ്പൊ ഈ ഒരു ടേം ഓർത്തിരിക്കുക. ഇറ്റ് ഇസ് പോസിബിൾ ടു ഹാവ് വോൾട്ടേജ് വിത്തൗട്ട് കറണ്ട് ബട്ട് നോട്ട് പോസിബിൾ ടു ഹാവ് എ കറണ്ട് വിത്തൗട്ട് വോൾട്ടേജ്. ഓക്കെ. ദെൻ വോൾട്ട്മീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വോൾട്ട്മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇൻസുലേറ്റർ അല്ലെ. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. മേഡപ്പ് ഓഫ് ആറ്റംസ് ആണ്, ഹോൾഡ് ഓൺ ടു ഇലക്ട്രോൺസ് വെരി ടൈറ്റ്ലി. ഈ ഇലക്ട്രോൺസിനെ ടൈറ്റ് ആയിട്ട്, വളരെ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വളരെ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുക. ബിക്കോസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഒരിക്കലും നടക്കില്ല. ഓക്കെ. വളരെ ടൈറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ
ഇൻസുലേറ്റേഴ്സ് എന്ന് പറയാം. ഇനി പാരലൽ സർക്യൂട്ട്, എ ടൈപ്പ് ഓഫ് സർക്യൂട്ട് ദാറ്റ് അലോ കറണ്ട് ടു ഫ്ലോ. സോ ഇൻസുലേറ്റർ എന്ന് പറയുമ്പോൾ എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് എന്താണ് made up of atoms that hold on to electrons very tightly, thus not allowing electrons to move through very easily. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ടൈറ്റ് ആയിട്ട് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. ദെൻ പാരലൽ സർക്യൂട്ട് നമ്മൾ പറഞ്ഞു. ദെൻ കറണ്ട് ദാറ്റ് ഫ്ലോസ് ഇൻ സർക്കിൾസ് ഇൻസൈഡ് എ ഡിസ്ക് ആർ നോൺ ആസ് എഡ്ഡി കറണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. എഡ്ഡി കറണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, ഈ ഒരു സർക്കുലർ ആയിട്ടുള്ള വേൾപൂൾസ് പോലുള്ള മൂവ്മെന്റ് ആണ്. ഓക്കെ, ഓർത്തിരിക്കുക, ഇത് PYQ ആണ്. വേൾപൂൾസ് എന്ന് പറയുമ്പം ഇങ്ങനെ ഒരു മാഗ്നറ്റ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഡിഫറെന്റ് മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളിങ്ങനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു കറണ്ട് അവിടെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എഡ്ഡി കറണ്ട് എന്ന് പറയുക. എഡ്ഡി കറണ്ടിന്റെ എപ്പോഴും RRBക്ക് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു PYQ എന്ന് പറയുന്നത് എഡ്ഡി കറണ്ട് യൂസ് ചെയ്യുന്നത് എവിടെയെന്നാണ്. അതായത് നമ്മുടെ ഇൻഡക്ഷൻ ഫേർണസ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റൗ, ഇൻഡക്ഷൻ ഫേർണസ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റൗവിലോ യൂസ് ചെയ്യുന്നത് എന്താണ്, എഡ്ഡി കറണ്ട് ആണ്. ഓക്കെ, സോ ദ കൺവേർഷൻ ഓഫ് ടെമ്പറേച്ചർ ഇൻടു ഇലക്ട്രിക്കൽ വോൾട്ടേജ് ഇസ് ഡൺ ബൈ തെർമിസ്റ്റർ. ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് തെർമിസ്റ്റർ. തെർമിസ്റ്ററിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൺവേർഷൻ ഓഫ് ടെമ്പറേച്ചർ ഇൻടു ഇലക്ട്രിക്കൽ വോൾട്ടേജ്. ദെൻ വയർ വോണ്ട് വേരിയബിൾ റെസിസ്റ്റൻസ് ഇസ് നോൺ ആസ് റിയോസ്റ്റാറ്റ്. വാട്ട് ഇസ് റിയോസ്റ്റാറ്റ്? ഒരു വേരിയബിൾ റെസിസ്റ്റൻസിൽ നമ്മളൊരു വയർ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എന്ത്, റിയോസ്റ്റാറ്റ്. ദെൻ ഓം മീറ്റർ ഇതിനു വേണ്ടിയാണ്, നമുക്ക് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ദെൻ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, എനർജി സ്റ്റോർ ചെയ്യുന്നു. സോ ഇലക്ട്രിക്കൽ വോൾട്ടേജ് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, എ കപ്പാസിറ്റർ കൺസിസ്റ്റ് ഓഫ് 2 കണ്ടക്ടിങ് മെറ്റൽ പ്ലേറ്റ്സ് അല്ലെ, നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അവിടെ ചാർജിന്റെ ട്രാൻസ്ഫർ അവിടെ നടക്കും വിത്ത് ആൻ ഇൻസുലേറ്റിംഗ് ഷീറ്റ് ഓഫ് മെറ്റീരിയൽ. ഇതിന്റെ ഇടയിൽ എന്തുണ്ടാവും, ഒരു ഇൻസുലേറ്റിംഗ് ഷീറ്റ് അവിടെ ഉണ്ടാവും. 2 കണ്ടക്ടിങ് മെറ്റൽ പ്ലേറ്റ്സിന്റെ ഇടയിൽ ഒരു ഇൻസുലേറ്റിംഗ് ഷീറ്റ് ഉണ്ടാവും. when a capacitor has a difference in voltage across its plates it's said to be charged. അപ്പോൾ ഇതിന്റെ ഇടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നാൽ ഇത് നമ്മൾ എന്തെന്ന് പറഞ്ഞു, ഇത് ചാർജ്ഡ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫാരഡ് ആണ്. ഓക്കെ, കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ്. ദെൻ നെക്സ്റ്റ് ഇൻഡക്റ്റൻസ്. ഫാരഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. Then inductance. Inductance എന്ന് പറയുന്നത് it is the property of the electrical circuit that opposes the change in current. An inductor is a passive energy storage element that stores energy in the form of magnetic field. അപ്പോൾ ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ the passive energy storage element ആണ് ഇൻഡക്ടർ. അപ്പോൾ ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി. ഓക്കെ, ഇത് PYQ ആണ്. ഹെൻറി എന്ന് പറയുന്നത് ഹെൻറി, ദ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി ആണ് ഇൻഡക്റ്റൻസിന്. ഇൻഡക്റ്റൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാസീവ് എനർജി സ്റ്റോറേജ് എലമെന്റ് ആണ് ദാറ്റ് സ്റ്റോർസ് എനർജി ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, നെക്സ്റ്റ് ഓംസ് ലോ ആണ്. നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തൊരു ലോ ആണ് ഓംസ് ലോ. സ്റ്റേറ്റ്സ് ദാറ്റ് ഇലക്ട്രിക് കറന്റ് ത്രൂ എ കണ്ടക്ടർ ബിറ്റ്വീൻ 2 പോയിന്റ്സ്, അതായത് വി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഇറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് അക്രോസ് ദി പോയിന്റ്സ്, അക്രോസ് ദ 2 പോയിന്റ്സ്, ഇൻട്രൊഡ്യൂസിംഗ് ദ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി ദ റെസിസ്റ്റൻസ് വൺ അറൈവ്സ് അറ്റ് ദി 3 മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദിസ് റിലേഷൻഷിപ്പ്. എന്ന് വെച്ചാൽ V is equal to IR എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അതായത് V is equal to IR എന്ന് പറയുമ്പോൾ ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇലക്ട്രിക് കറന്റ് ത്രൂ എ കണ്ടക്ടർ അല്ലെ ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ടു ദ വോൾട്ടേജ് അക്രോസ് ദി 2 പോയിന്റ്സ്. വോൾട്ടേജ് അക്രോസ് 2 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റ്സുകളുടെ ഇടയിലുള്ള വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ എന്ത് ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ഇവിടെ I proportional to V ആണ് വരിക. പക്ഷെ നമ്മൾ ഈക്വൽ ടു എന്ന സമയത്ത് ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ എന്ത് വരും, ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എത്രയാണോ അത് വരും. അതാണ് ഇവിടെ പറയുന്നത്. I is the current through the conductor, V is the voltage and R is the resistance of that conductor. That is Ohm's law. Then Kirchhoff's law. Kirchhoff's current law ഉണ്ട്, Kirchhoff's voltage law ഉണ്ട്. The sum of current entering a junction is equal to sum of current leaving that junction. ഇതൊരു ജംഗ്ഷൻ ആണെങ്കിൽ എത്രയാണോ ഈ ജംഗ്ഷനിലോട്ട് കറണ്ട് എൻ്റർ ചെയ്യണം അത്ര തന്നെയായിരിക്കും ഇവിടുന്ന് ലീവ് ചെയ്യുന്നുണ്ടാവുക. Then this is based on the conservation of charge. ഇനി Kirchhoff's voltage law. Voltage law എന്ന് പറയുമ്പോൾ the sum of voltage drops around a closed loop in a circuit is equal to total voltage source in that loop. അപ്പോൾ വോൾട്ടേജ് around a closed loop, ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആണെന്ന് വിചാരിക്കുക.
ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ്, സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്സ്, ഇതിന്റെ അകത്ത് വരുന്ന വോൾട്ടേജ് ഡ്രോപ്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇവിടുത്തെ വോൾട്ടേജിന്റെ സോഴ്സിലുള്ള വോൾട്ടേജ് എത്രയാണോ അതിനോട് ഈക്വൽ ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് കിർച്ചോഫ്സ് കറന്റ് ലോ ആണ്. വോൾട്ടേജ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അറിഞ്ഞിരിക്കുക ബേസ്ഡ് ഓൺ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്നുള്ളത് പഠിച്ചിരിക്കുക. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജി, കിർച്ചോഫ്സ് കറന്റ് ലോ ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് ചാർജ്. ഈ 2 പോയിന്റ് ആണ് ഇവിടെ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജി, ഇത് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് ചാർജ്. ദെൻ ഇവിടെ എന്ന് പറയുമ്പോൾ എൻട്രി ചെയ്യുന്ന എത്രയാണോ അത് തന്നെയാണ് ലീവ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സോഴ്സിന്റെ വോൾട്ടേജ് എത്രയാണോ അത് തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കിർച്ചോഫ്സ് ലോ. സയന്റിസ്റ്റിന്റെ പേരാണ് കിർച്ചോഫ്, അതാണ് കിർച്ചോഫ്സ് ലോ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ ചെയ്യാനുള്ള 2-3 VIQs ആണ്. അക്കോർഡിംഗ് ടു ജൂൾസ് ലോ എന്താണ്? ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു, എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ബോത്ത് ബി ആൻഡ് സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഞാൻ ആൻസർ കീ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയിട്ട് ഒന്ന് ചെയ്യുക. ഡി ആണ് ആൻസർ, ബോത്ത് ബി ആൻഡ് സി. കറണ്ടിനെയും സ്ക്വയർ ഓഫ് കറണ്ടിനെയും റെസിസ്റ്റൻസ് അല്ലേ. അപ്പൊ ജൂൾസ് ലോ I² RT. ഓക്കെ, വെറുതെ കറണ്ടിന് മാത്രം ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. സ്ക്വയർ ഓഫ് കറണ്ട് ആണ് അല്ലെ, I² RT ആണ്. ഐഡിയൽ അമ്മീറ്ററിന് എങ്ങനെയായിരിക്കും? 0 റെസിസ്റ്റൻസ് നമ്മൾ നോക്കിയതാണ്. ഇനി ആൻ അമ്മീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ എ സർക്യൂട്ട്, എങ്ങനെയാണ് ശരിക്കും അമ്മീറ്റർ കണക്ട് ചെയ്യാറുള്ളത്? സീരീസ് ആയിട്ട്. ഐഡിയൽ വോൾട്ടിമീറ്ററിന്റെ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ഇൻഫിനിറ്റി. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആൻ ഇൻവെർട്ടർ കൺവേർട്സ്, ഇൻവെർട്ടർ എന്ത് ചെയ്യുന്നു? ഇൻവെർട്ടർ കൺവേർട്സ്, ഇതിന്റെ ആൻസർ കീ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ കൺവേർട്സ് DC to AC. ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ തന്നെ AC ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാണ്. ദെൻ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നു? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ദെൻ വോൾട്ട് മീറ്റർ ഈസ് കണക്റ്റഡ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ഓംസ് ലോന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എ മോട്ടോർ കൺവേർട്സ്, മോട്ടോർ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ ആണോ അല്ലെ? എന്ത് ചെയ്യുന്നു? ഒരു മോട്ടോർ എന്ത് ചെയ്യുന്നു ശരിക്കും? ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ ആണോ? മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ, ഇതിനൊക്കെ ഓരോ എക്സാമ്പിൾസ് ഉണ്ട്. ഹീറ്റ് ഇൻ ടു ഇലക്ട്രിക്കൽ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. മോട്ടർ എന്ന് പറയുന്നത് നമ്മൾ സ്വിച്ച് ഇടുന്നു, മോട്ടോർ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ. ഓക്കെ, ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഏതാണ്? സിൽവർ. ഓക്കെ, ദെൻ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, പാരലൽ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇഫ് കറന്റ് ത്രൂ എ റെസിസ്റ്റർ ഈസ് ഡബിൾഡ്, ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബിക്കംസ്. അപ്പൊ ശരിക്കും നമ്മൾ റെസിസ്റ്ററിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്. ഓക്കെ, 4 ടൈംസ്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ടൊന്ന് പഠിച്ചിരിക്കണം. 4 ടൈംസ്. നെക്സ്റ്റ്, ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ലെങ്ത് ആണോ, ക്രോസ് സെക്ഷൻ ആണോ, മെറ്റീരിയൽ ആണോ, ഓൾ ഓഫ് ദീസ് ആണോ? ജസ്റ്റ് ഒന്ന് ഓർത്താൽ തന്നെ മതി. എന്താണ്? മെറ്റീരിയൽ ആണ് അല്ലെ, മെറ്റീരിയൽ ആണ്. അല്ലാതെ റെസിസ്റ്റൻസ് ശരിക്കും ലെങ്തും ക്രോസ് സെക്ഷനും ഒക്കെ, റെസിസ്റ്റിവിറ്റി ആണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. പക്ഷെ മറ്റേ റെസിസ്റ്റൻസ് ഇതെല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഇതിനെല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ എ ഗാൽവനോമീറ്റർ മെഷേഴ്സ്. ഗാൽവനോമീറ്റർ എന്ത് ചെയ്യുന്നു? റെസിസ്റ്റൻസ് ആണോ, പവർ ആണോ, കറണ്ട് ഡയറക്ഷൻ ആണോ? ഇതിൽ തന്നെ ഉണ്ട് കറണ്ട് ഡയറക്ഷൻ. ദെൻ എർത്തിങ് നമ്മൾ ജസ്റ്റ് നോക്കാത്തൊരു പോയിന്റ് ആണ്. എർത്തിങ് എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ട് ഫ്രം ഇലക്ട്രിക്കൽ ഷോക്സ്, ഇൻക്രീസ് ഇൻ കറണ്ട്, ഡിക്രീസ് ഇൻ റെസിസ്റ്റൻസ്. ഓക്കെ, ദെൻ എർത്തിങ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ട് ഫ്രം ഇലക്ട്രിക്കൽ ഷോക്സ് ആണല്ലോ അതിനെ നമ്മൾ എർത്തിങ് ചെയ്യുന്നത്. ദെൻ ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഇൻക്രീസസ് വിത്ത് എന്തായിരിക്കും? ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതെല്ലാം PYQs ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തത്. സോ നന്നായിട്ട് ഈ ഒരു ടോപ്പിക് നന്നായിട്ട് പഠിച്ചിരിക്കുക. താങ്ക് യു.